അപ്പൊ നമ്മൾ ഓർഗാനിക്കിന്റെ അടുത്തൊരു പോർഷനിലോട്ട് പോവാണ്. അമീൻ എന്ന് പറയുന്ന ചാപ്റ്ററിലോട്ട് പോവാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്താണ് അമീൻ എന്നാണ് ഫസ്റ്റ് പറയുന്നത്. അമീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അമോണിയയുടെ ഒരു ഡെറിവേറ്റീവ് ആണ് എന്ത് അമീൻ. അമീൻ എന്ന് പറയുമ്പോൾ എന്താണ് അമോണിയയുടെ ഒരു ഡെറിവേറ്റീവ് ആണ് അമീൻസ്. അപ്പൊ നമ്മളിപ്പം ആരെയൊക്കെ പഠിച്ചു? ആൽക്കേനെ പഠിച്ചു, ആൽക്കീനെ പഠിച്ചു, അതേപോലെ തന്നെ ഹാലോ ആൽക്കീൻസും ഹാലോ അരീൻസിനെയും പഠിച്ചു. അപ്പൊ ഫസ്റ്റ് അമീൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമോണിയയുടെ ഒരു ഡെറിവേറ്റീവ് ആണ്. അതായത് നോക്കിക്കേ, അമീന്റെ സിമ്പൽ എന്ന് പറയുമ്പോൾ NH2 ആണ് അമീൻ. അമീൻ എന്ന് പറഞ്ഞാൽ എന്താ? NH2 ആണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ആരാണ്? അമോണിയ എന്ന് പറയുമ്പം NH3 ആണല്ലോ. ആര്? അമോണിയ. അമോണിയയുടെ ഡെറിവേറ്റീവ് ആണ്. അതിനകത്ത് ഈ അമോണിയക്കകത്തുനിന്ന് ഒരു ഹൈഡ്രജൻ ആറ്റം, അമോണിയക്കകത്ത് എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ട്? 3 ഹൈഡ്രജൻസ് ഉണ്ട്. അമോണിയയിൽ 3 ഹൈഡ്രജൻസ് ഉണ്ട്. ഈ 3 ഹൈഡ്രജനകത്തുനിന്ന് ഒരു ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്തു പോകുന്നു. എന്നിട്ട് നമുക്ക് എന്തിനെ കിട്ടുന്നു? അമീൻ കോമ്പൗണ്ട്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇതിനകത്ത് പറയേണ്ട കാര്യം വെച്ചാൽ അത് sp3 ഹൈബ്രിഡൈസ്ഡ് ആയിരിക്കും. ട്രൈഗണൽ ബൈ പിരമിഡ് ആണ്. അമോണിയയില് നമുക്ക് എന്തുണ്ട്? 3 അമോണിയയുടെ പ്രത്യേകതകളാണ്. അമീന്റെ അല്ലേ, ശ്രദ്ധിക്കണേ. അമോണിയയുടെ പ്രത്യേകതകളാണ്. sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്, ട്രൈഗണൽ ബൈ പിരമിഡ് ആണ്. 3 ലോൺ പെയേഴ്സും ഒരു 3 ലോൺ പെയേഴ്സ് ഉണ്ടായിരിക്കും, ഒരു ബോൺ പെയറും ഉണ്ടായിരിക്കും. ലോൺ പെയറും ബോൺ പെയറും ആണ് ഇടമക്കളെ. ബോൺ പെയേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി നമ്മുടെ അമീന്റെ സ്ട്രക്ചർ പറയാണ്. നോക്കിക്കേ, ഇതാണ് NH2 എന്ന് പറയുന്ന ഗ്രൂപ്പാണ് എന്ത്? അമീൻ ഗ്രൂപ്പ്. അമീനെ നമ്മൾ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി എന്ന് മൂന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. പ്രൈമറി അമീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമീന്റെ കൂടെ എത്ര ആൽക്കിൽ ഗ്രൂപ്പ് വരുന്നു? ഒരു ആൽക്കിൽ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൈമറി അമീൻ. എന്നാൽ അമീൻ ഗ്രൂപ്പിൽ നൈട്രജൻ 2 ആൽക്കിൽ ഗ്രൂപ്പുമായിട്ട് അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ അവരെ നമ്മൾ എന്ന് വിളിക്കും? സെക്കൻഡറി അമീൻ എന്ന് വിളിക്കുന്നു. അടുത്ത ടെർഷ്യറി അമീൻ ആകുമ്പോൾ എന്താ? നമ്മുടെ നൈട്രജന്റെ കൂടെ എത്ര പേര് വന്നു? 3 ആൽക്കിൽ ഗ്രൂപ്പുകൾ. അപ്പം അമീൻ ഗ്രൂപ്പുകൾ എത്ര ഉണ്ടെന്നല്ല, എത്ര ആൽക്കിൽ ഗ്രൂപ്പുകൾ ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പം നമ്മളിവിടെ പഠിക്കുന്നത് അമോണിയയുടെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള അമീൻസിനെ പറ്റിയിട്ടാണ്. അമോണിയയിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഒരു ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്ത് പകരം അവിടെ ആര് വരുന്നു? ഒരു ആൽക്കിൽ കോമ്പൗണ്ട് വരുവാണെങ്കിൽ, ആർ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് അമീൻസ്. അമോണിയയുടെ പ്രത്യേകതകൾ sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്, ട്രൈഗണൽ ബൈ പിരമിഡ് ആണ്, 3 ലോൺ പെയേഴ്സും 1 ബോൺ പെയേഴ്സും ആണ്. അതായത് ക്ലാസിഫിക്കേഷൻ ഓഫ് അമീൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? പ്രൈമറി അമീൻ, സെക്കൻഡറി അമീൻ, ടെർഷ്യറി അമീൻ. അപ്പൊ ഇവിടെ ആരെയാ നോക്കേണ്ടത്? ഇവിടെ ഒരു ആർ ഗ്രൂപ്പ് ആണുള്ളത്. ഇവിടെ എത്ര ആർ ഗ്രൂപ്പാണ്? ഒരു ആർ ഗ്രൂപ്പ്. ഇവിടെ 2 ആർ ഗ്രൂപ്പ്. ഇവിടെ എത്ര ആർ ഗ്രൂപ്പ്? 3 ആർ ഗ്രൂപ്പ്. അപ്പൊ അങ്ങനെ നമ്മൾ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി എന്ന് ചെയ്യുന്നു? നമ്മുടെ അമീനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ ഓർഗാനിക് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ ആദ്യം ഹൈഡ്രോ കാർബണിന്റെ നെയിമിംഗ് പഠിച്ചു. നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഹൈഡ്രോ കാർബണിന്റെ നെയിമിംഗ് പഠിച്ചു. ഹൈഡ്രോ കാർബണിന്റെ നെയിമിംഗ് നമുക്കറിയാം. അതിനകത്ത് ഹാലജൻസ് വരുന്നത് നമുക്കറിയാം. ഹാലജൻ വരുന്നത് നമ്മൾ പഠിച്ചു. എന്നുവെച്ചാൽ ക്ലോറോ, മീഥേൻ, അതൊക്കെ നമ്മൾ പഠിച്ചല്ലേ. അതേപോലെ തന്നെ നമ്മൾ പിന്നെ പഠിച്ച എന്താ? ഹാലോ ആൽക്കെയിൻസിനെ പഠിച്ചു. ഹാലോ ആൽക്കെയിൻസിനെ പഠിച്ചു. ഹാലോ ആൽക്കെയിനെ പഠിച്ചു. അതേപോലെ തന്നെ ഹാലോ അരീൻസിനെ പഠിച്ചു. ഹാലോ അരീൻസിനെ പഠിച്ചു. ഇവിടെ എല്ലാം. പിന്നെ അതേപോലെ ബെൻസീൻ റിങ്ങിനകത്ത് ആര് വരുന്നത്? ബെൻസീൻ റിങ്ങിന്റെ സ്ട്രക്ചേഴ്സിന്റെ നെയിമിംഗ് പഠിച്ചു. നമ്മൾ ഇത്രയും ആളുകളുടെ നെയിമിംഗ് എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്. ഈ നെയിമിംഗിൽ നിന്നും കുറച്ച് ഡിഫറെന്റ് ആണ് ആരുടെ നെയിമിങ്? നമ്മുടെ അമീന്റെ നെയിമിങ്. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ അമീന്റെ നെയിമിങ് പറയാൻ പോവാ. അപ്പൊ ആദ്യത്തെ ഒന്നാമത്തതെന്ന് വെച്ചാൽ നമുക്കിവിടെ കോമൺ നെയിമും ഉണ്ട്, IUPAC നെയിമും ഉണ്ട്. കോമൺ നെയിമും ഉണ്ട്, IUPAC നെയിമും ഉണ്ട്. അപ്പം ഞാൻ ഫസ്റ്റ് എന്തിനെ പറ്റി പറയുവാണ്? കോമൺ നെയിമിനെ പറ്റി പറയുവാണ്. കോമൺ നെയിമിനെ പറ്റിട്ട് പറയുവാണ്. ആരുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമീന്റെ ആണ്. അമീന്റെ കോമൺ നെയിമിനെ പറ്റി പറയുവാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ ഇത്രയും പഠിച്ച നെയിമിങ് നമ്മൾ ലോങ്സ്റ്റ് ചെയിൻ നോക്കി എടുക്കുന്നു, നമ്പർ കൊടുക്കുന്നു, പൊസിഷൻ പറയുന്നു. അങ്ങനെയായിരുന്നല്ലോ നമ്മൾ എഴുതിക്കൊണ്ടിരുന്നത്. പക്ഷെ അമീന്റെ നോമിനിക്ലേച്ചറിൽ കുറച്ച് ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ നമ്മൾ അമീന്റെ കോമൺ നെയിം എന്ത് ചെയ്യാൻ പോവാ? ഞാൻ പറയാൻ പോവാ. ഇതൊന്ന് വായിച്ചേക്കണം. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി, നമ്മൾ ആരെയൊക്കെ പഠിച്ചു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണേ. അപ്പൊ നോക്കിക്കേ, ഒന്നാമത് ഞാൻ എന്ത് ചെയ്യാൻ പോവാ? കോമൺ നെയിം എഴുതാൻ പോവാ. ആരുടെയാണ്? അമീന്റെ ആണ്. NH2ന്റെ കോമൺ നെയിം ഇപ്പൊ തന്നെ പഠിച്ചു പോണേ. നോക്കിക്കേ, നമ്മൾ അമീന്റെ കോമൺ നെയിം എഴുതുമ്പോ, അമീന്റെ കോമൺ നെയിം നമ്മുടെ ആൽക്കെയിൻ ഇല്ലേ? ആൽക്കെയിൻ
ആൽക്കെയിന്റെ അകത്തുള്ള ANE മാറ്റി നമ്മൾ ഒരാളുകളെ കൊണ്ടുള്ള. അപ്പൊ ഇവിടുത്തെ വേർഡ് റൂട്ട് എന്ന് പറഞ്ഞാൽ ആൽക്കിൽ അമീൻ എന്നാണ് നമ്മൾ ഇവരെ പറയുന്നത്. എന്തുവാ? ആൽക്കിൽ അമീൻ. ശ്രദ്ധിച്ച് കേൾക്കണേ. ആൽക്കിൽ അമീൻ എന്നാണ് ഇവരെ പറയുന്നത്. NH2 നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ആൽക്കിൽ അമീൻ എന്നാണ്. ഇവിടെ നമ്മൾ NH2ന്റെ എന്താ കോമൺ നെയിം ആണ് പറയുന്നത്. നമുക്ക് രണ്ട് തരത്തിലുള്ള നെയിം സിസ്റ്റം ഉണ്ട്. കോമൺ നെയിമും ഉണ്ട്, IUPAC നെയിമും ഉണ്ട്. അപ്പം ആൽക്കിൽ അമീൻ എന്നാണ് കോമൺ നെയിമിന് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ഞാൻ ഓരോ എക്സാമ്പിൾസ് പറയാൻ പോവാണ്. നോക്കിക്കേ. NH2, CH2, CH3. ഇതിന്റെ പേര് എഴുതണം. ഇതിന്റെ പേര് നോക്കിക്കേ. ഇവിടെ ആരാ വന്നിരിക്കുന്നത്? അപ്പൊ ഇതിന്റെ പേര് എഴുതാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്പർ കൊടുക്കണം. ഇവിടെ 1, 2. ഇവിടൊക്കെ നമ്മൾ ഈ അമീന് നമ്മൾ നമ്പർ കൊടുക്കണോ? വേണ്ട. അതൊരു ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ലേ? നമ്മൾ അയാൾക്ക് എന്ത് ചെയ്തില്ല? നമ്പർ കൊടുക്കില്ല. അപ്പൊ 1, 2 എന്ന് നമുക്ക് നമ്പർ കൊടുക്കാം. തിരിച്ച് നമുക്ക് നമ്പർ കൊടുക്കാൻ പറ്റത്തില്ല. കാര്യം എന്താ? നമുക്ക് തിരിച്ച് നമ്മൾ ലോങ്സ്റ്റ് ചെയ്യുന്നത് നമുക്ക് ഇങ്ങനെ നമ്പർ കൊടുക്കാൻ പറ്റത്തില്ല. 1, 2 എന്ന് നമുക്ക് നമുക്ക് 1, 2 എന്നും 2, 1 എന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്പർ കൊടുക്കാൻ പറ്റും. അപ്പൊ ഏറ്റവും ചെറിയ നമ്പർ ഏതാ? അതാണ്ട് ഈ നമ്പർ ആണല്ലോ. നമ്മൾ ആരാ ലോങ്സ്റ്റ് കാർബൺ ചെയിനെ മാത്രമേ നമ്മളിവിടെ നോക്കത്തുള്ളൂ. ആരെ മാത്രമേ നമ്മൾ നോക്കത്തുള്ളൂ? ലോങ്സ്റ്റ് കാർബൺ ചെയിനെ മാത്രമേ ഇവിടെ നോക്കുന്നുള്ളൂ. അപ്പൊ നമുക്ക് റൈറ്റിൽ നിന്നും ലെഫ്റ്റിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്പർ എടുക്കാൻ പറ്റും. നോക്കിക്കേ. അത് ഞാൻ എന്ത് ചെയ്തു? ബോർഡ് സൈഡിൽ കൂടെ നമ്പർ കൊടുത്തു. അപ്പൊ അമീൻ കോമ്പൗണ്ട് വരുന്നിടത്ത് ചെറിയ നമ്പറുള്ള പൊസിഷൻ അല്ല, ഇങ്ങനെ കൊടുക്കുന്നതല്ലേ? 1, 2 എന്ന് കൊടുക്കുന്നത് തന്നെയല്ലേ? ആണല്ലോ. മക്കൾ ഇവിടെ നിന്ന് തിരിഞ്ഞു പോയിട്ടുണ്ട്. ഇവിടെ 2, 1 എന്ന് കൊടുക്കാം. നമുക്ക് 2, 1. അപ്പം നമ്മൾ ഇവിടുത്തെ ആൽക്കേൽ കോമ്പൗണ്ട്, അതായത് മെത് ഏത് പ്രൊപ്പോബ്യൂട്ട്, അവരൊക്കെയല്ലേ ആൽക്കേൽ കോമ്പൗണ്ട്. ആൽക്കേൻ കോമ്പൗണ്ടിന് നമ്മൾ ആൽക്കിൽ എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? മെത് യതുണ്ട്. അപ്പൊ ഇതിന്റെ പേര് ഈഥൈൽ അമീൻ. കോമൺ നെയിം ആണ്. ഇയാളുടെ പേരാണ് ഈഥൈൽ അമീൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കാർബൺ? 2 കാർബൺ. ഇനി അടുത്തൊരു എക്സാമ്പിൾ പറയുവാണ്. കോമൺ നെയിമിൽ നമ്മൾ എന്ത് ചെയ്യണം? ആൽക്കിൽ ചേർത്ത് പറയണം. ആൽക്കിൽ പ്ലസ് അമീൻ ആണ് എന്ത്? കോമൺ നെയിം. അടുത്തൊരു എക്സാമ്പിൾ ഞാൻ പറയാണ്. NH2, CH2, CH2, CH3. നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുന്ന് നമ്പർ കൊടുക്കാം. 1, 2, 3. ഇതൊരു ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിട്ടാണ് നമ്മൾ കൂടട്ടണ്ടേ. അപ്പൊ ഇയാളുടെ പേര് പറ. ഇയാളുടെ പേര് എന്താ? ഇത് പ്രൊപ്പല്ലേ? പ്രൊപ്പേൽ അമീൻ. ഇയാളുടെ പേര് എന്ത് വരും? പ്രൊപ്പേൽ അമീൻ എന്ന് വരും. ഇനി അടുത്തത് ഞാൻ പറയാം. നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതണമേ. പ്രൊപ്പേൽ അമീൻ വരും. ഇനി അടുത്ത് നോക്കിക്കേ. ഇനി അടുത്തൊരു എക്സാമ്പിൾ തരാം. CH3, CH2, 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 NH2. ഇതിന്റെ പേരൊന്ന് പറഞ്ഞേ. ഇതിന്റെ പേര് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്പർ കൊടുക്കണം. എവിടുന്ന നമ്പർ കൊടുക്കണ്ടേ? അമീൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിന് ചെറിയ നമ്പർ കൊടുക്കണം. 1, 2, 3, 4, 5, 6. 6 വരുമ്പോ ആരാ? ഹെക്സേൻ ആണ്. അപ്പൊ ഇയാളുടെ പേരെന്താ? ഹെക്സൈൽ അമീൻ. ഹെക്സൈൽ അമീൻ. അപ്പൊ IUPAC നെയിം വരുമ്പോ നമ്മൾ എന്താ? ആൽക്കിൽ പ്ലസ് അമീൻ എന്ന് കൊടുക്കണം. ആൽക്കിൽ പ്ലസ് അമീൻ ആണ് IUPAC വരുമ്പോ. ആൽക്കിൽ പ്ലസ് എന്താണ്? അമീൻ നമ്മൾ എന്ത് ചെയ്യണം? കൊടുക്കണം. മറന്നു പോകരുത്. ആൽക്കിൽ പ്ലസ് അമീൻ ആണ് എന്ത്? IUPAC വരുന്നത്. ഓക്കെ ആണല്ലോ? ഇനി അടുത്തൊരു കോമ്പൗണ്ട് ഞാൻ പറയട്ടെ. അടുത്തൊരു കോമ്പൗണ്ട് നോക്കിക്കേ. ഇയാളുടെ പേര് പറഞ്ഞേ. ഇയാളുടെ പേരൊന്ന് പറഞ്ഞേ. NH2. ഇയാളുടെ പേര് എന്ത് വരും? നോക്കിക്കേ. എത്ര കാർബൺ ഉണ്ട്? 1, 2, 3, 4, 5, 6. അപ്പൊ ഇയാളുടെ പേര് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈക്ലോ അല്ലേ? സൈക്ലോ ഹെക്സൈൽ അമീൻ. ഹെക്സൈൽ അമീൻ എന്നാണ് ഇയാളുടെ പേര്. ഓക്കെ ആണല്ലോ? സൈക്ലോ ഹെക്സൈൽ അമീൻ എന്നാണ് ഇയാളുടെ പേര്. ഇനി അടുത്ത് നമ്മളൊരു കോമ്പൗണ്ട് പറയാൻ പോവാണേ. ഇനി അടുത്തൊരു കാര്യം നമ്മൾ പറയാൻ പോകും. ഇപ്പൊ ഇവിടെ എല്ലാം നമ്മൾ പറഞ്ഞ എന്താ? ഈ NH2 എവിടെ വരുന്നതാ? സൈഡിലായിട്ട് വരുന്നതല്ലേ പറഞ്ഞത്? ഒരു സൈഡിലല്ലോ, കോർണറിലായിട്ട് വരുന്നതല്ലേ നമ്മൾ പറഞ്ഞത്? ഇനി അടുത്ത നോക്കിക്കോണം. CH3, NH2, CH3. ഓക്കെ. ഇതിപ്പോ നമ്മൾ മെയിൻ ഒന്നാമത്തെ കാര്യം പറഞ്ഞു. രണ്ടാമത്തെ കാര്യത്തിലോട്ട് പോവുകയാണേ.
നോക്കിക്കേ, CH3NH2 CH3 അതായത് അപ്പൊ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ അമീൻ ഗ്രൂപ്പിന് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ആരുണ്ടെന്ന് നോക്കണം. റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ആരാ? രണ്ട് മീഥൈൽ ഗ്രൂപ്പുകളാ വന്നേക്കുന്നത്. ആരാ വന്നേക്കുന്നത്? രണ്ട് മീഥൈൽ ഗ്രൂപ്പുകൾ. മീഥൈൻ ഗ്രൂപ്പ് അല്ലേ വന്നേക്കുന്നേ? അപ്പൊ എത്ര പേര് വന്നു? 2 പേര് വന്നു. അപ്പൊ ഇവിടെ എത്ര ഉണ്ട്? 2 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഇവിടെ എത്ര ഗ്രൂപ്പ് ഉണ്ട്? 2 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ നമുക്കറിയാം 2 ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ അവരെ നമ്മൾ എന്തെന്ന് വിളിക്കും? 2 ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ അവരെ നമ്മൾ ഡൈ എന്ന് വിളിക്കും. 3 പേര് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരെ എന്ത് വിളിക്കും? ട്രൈ എന്ന് വിളിക്കും. 4 പേര് വന്നാൽ അവരെ നമ്മൾ എന്തെന്ന് വിളിക്കും? ടെട്ര എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ? ടെട്ര എന്ന് വിളിക്കും. ഇപ്പൊ ഇവിടെ നോക്കിക്കേ, 2 പേര് വന്നു. അപ്പൊ ഇവിടുത്തെ നമ്മൾ പേര് കൊടുക്കുന്ന ഡൈ എന്ന് കൊടുത്തു. എന്നിട്ട് ആരാ വന്നേക്കുന്നത്? മീഥൈൽ ഗ്രൂപ്പ് അല്ലേ? നമ്മളിവിടെ പൊസിഷൻ ഒന്നും പറയത്തില്ല. അതാ ഇവിടെ നോക്കി, ഇവിടെയും 1 ആണ്, ഇവിടെയും 1 ആണ്. ഡൈ മീഥൈൽ അമീൻ, ഡൈമീഥൈൽ അമീൻ പേരാണ്. ഓക്കെ ആണല്ലോ? ഡൈമീഥൈൽ അമീൻ എന്നാണ് അതിന്റെ പേര്. ഇനി അടുത്തത് ഞാൻ എഴുതാൻ പോവാണേ. CH3 CH2 NH2. ഈ നെയിമിംഗ് ഇവിടെ എന്തിനാ ഇങ്ങനെ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ബാക്കിയുള്ള ഹൈഡ്രോ കാർബണിന്റെ നെയിമിങ്ങിൽ നിന്ന് എന്ത് വ്യത്യാസമാണ്? ഇത് വ്യത്യാസമാണ്. അതുകൊണ്ടാണ്. നോക്കിക്കേ, അടുത്ത എക്സാമ്പിൾ നോക്കിക്കേ. അടുത്ത എക്സാമ്പിൾ നോക്കുമ്പം നമ്മുടെ NH2 നടുക്കുണ്ട്, അമീൻ ഗ്രൂപ്പ് നടുക്കുണ്ട്. തൊട്ടപ്പുറത്തും ഇപ്പുറത്തും ആരാ വന്നേക്കുന്നത്? ഈക്വൽ നമ്പർ ഓഫ് കാർബൺ ആറ്റം വന്നേക്കുന്നത്. ഇതാരാ? ഒരു ഈഥൈൽ ഗ്രൂപ്പ് അല്ലേ? ഇത് എന്താ? ഒരു ഈഥൈൽ ഗ്രൂപ്പ് അല്ലേ? അപ്പൊ രണ്ടിടത്ത് എന്ത് വന്നു? ഈഥൈൽ ഗ്രൂപ്പ് വന്നു. അപ്പൊ ഇവിടെ 1 2, ഇവിടെ ഒരു ഈഥൈൽ ഗ്രൂപ്പ് വന്നു. അതേപോലെ തന്നെ ഇവിടെ എന്തുണ്ട്? ഒരു ഈഥേൻ ഗ്രൂപ്പ് വന്നു. ഇവിടെ എന്ത് വന്നു? ഒരു ഈഥേൻ ഗ്രൂപ്പ് വന്നു. അപ്പൊ ഇതിന്റെ പേര് എങ്ങനെ എഴുതുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡൈ ഈഥൈൽ അമീൻ. ഇതിന്റെ പേരാണ് ഡൈ ഈഥൈൽ അമീൻ. അപ്പൊ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഈക്വൽ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡൈയും ട്രൈയും ടെട്രയൊക്കെ ചേർത്ത് നമ്മൾ എന്ത് ചെയ്യും? എഴുതും. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത നോക്കിക്കേ, അടുത്തൊരു എക്സാമ്പിൾ നോക്കിക്കോ. CH3 NH2 CH3. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മുടെ അമീൻ വന്നേക്കുന്ന എവിടെയായിട്ടാണ്? ഇവിടെ സെന്ററിലായിട്ടാണ് വന്നിരിക്കുന്നത്. അമീൻ എവിടെയായിട്ടാണ് വന്നിരിക്കുന്നത്? സെന്ററിലായിട്ട് വന്നിട്ടുണ്ട്. റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ആളുകൾ എന്താ? ഡിഫറെന്റാ. ഇവിടെ എന്താ ഉള്ളത്? ഒരു മീഥൈൽ ഗ്രൂപ്പാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ആരാ ഉള്ളത്? ഒരു ഈഥൈൽ ഗ്രൂപ്പാണ്. ഇവിടെ ആരാണ്? ഒരു ഈഥൈൽ ഗ്രൂപ്പാണുള്ളത്. അപ്പൊ നമുക്കറിയാം, നമ്മള് ഇവിടെ 2 പേര് ഇങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ എപ്പോഴും ആൽഫബറ്റിക് ഓർഡർ ആണ് ഫോളോ ചെയ്യുന്നത്, നമുക്കറിയാലോ. അപ്പൊ നമ്മൾ ഇവിടുത്തെ എന്ത് ചെയ്യും? ആൽഫബറ്റിക് ഓർഡറിൽ ആരാ ആദ്യം വരുന്നത്? എം ആണോ ആദ്യം വരുന്നത്? ഇ ആണോ? ഇ അല്ലേ ആദ്യം വരുന്നത്? അപ്പൊ ഈഥൈൽ കോമ്പൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് എഴുതണം. അപ്പൊ തിരിഞ്ഞു പോകരുത്. നമ്മളിവിടെ അമീൻ ഗ്രൂപ്പിന് തൊട്ടപ്പുറത്തും ഇപ്പുറത്തും ഡിഫറെന്റ് ഗ്രൂപ്പുകൾ വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനകത്ത് ആൽഫബറ്റിക് ഓർഡറിലുള്ള ആളെ എന്ത് ചെയ്യണം? ഫസ്റ്റ് എഴുതണം. അപ്പൊ ഇയാളുടെ പേര് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ആര് എഴുതണം? ഈഥൈൽ കോമ്പൗണ്ട് എഴുതണം. ഈഥൈൽ മീഥൈൽ അമീൻ. ഇയാളുടെ പേരാണ് ഈഥൈൽ മീഥൈൽ അമീൻ എന്നാണ് ഇയാളുടെ പേര്. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ പറയുന്നത് അമീന്റെ നെയിമിംഗ് ആണ്. അമീന് 2 രീതിയിലുള്ള നെയിം സിസ്റ്റം ഉണ്ട്. അമീൻ അല്ല, എല്ലാത്തിനും 2 രീതിയിലുള്ള നെയിം സിസ്റ്റം ഉണ്ട്. നമ്മൾ പഠിച്ച ആളുകളെ വെച്ച് നോക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ നെയിം സിസ്റ്റത്തിന് എന്തുണ്ട്? കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പൊ അമീന്റെ കോമൺ നെയിമിന്റെ റൂട്ട് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൽക്കിൽ പ്ലസ് അമീൻ എന്നാണ്. ഇത് എന്ത് ചെയ്യണം? ഇത് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. ആൽക്കിൽ പ്ലസ് എന്താ? അമീൻ. ആൽക്കിൽ എന്ന് നമ്മൾ കൊടുക്കണം. അപ്പൊ NH2 എന്ന് പറഞ്ഞാൽ ആൽക്കിൽ അമീനാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? സൈഡിലായിട്ട് എന്ത് വന്നു? നമ്മുടെ NH2 വന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ചെയിന് നമ്പർ കൊടുത്തു. കാർബൺ അറ്റാച്ച് ചെയ്തിരിക്കുന്ന അമീൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ചെയിന് ഏറ്റവും ചെറിയ നമ്പർ കൊടുക്കണം. അപ്പൊ ഇയാളുടെ പേരാണ് എന്താ? യത്. എത്ര കാർബൺ ഉണ്ട്? 2 കാർബൺ. അപ്പൊ അയാളുടെ റൂട്ട് നെയിം ഈഥൈൽ. ഈഥേൻ അമീൻ എന്നല്ല, ഈഥൈൽ. അടുത്ത നോക്കിക്കേ, 1 2 3 പ്രൊപ്പൈൽ അമീൻ. അടുത്ത നോക്കിക്കേ, 6 പേരുണ്ട്. ഇയാളുടെ പേരാണ് ഹെക്സൈൽ അമീൻ. ഇനി സൈക്ലോ കോമ്പൗണ്ട് വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എത്ര കാർബൺ ഉണ്ടെന്ന് നോക്കുക. ഇയാളുടെ പേരാണ് സൈക്ലോ ഹെക്സൈൽ അമീൻ. ഇനി അടുത്തൊരാളെ ഞാൻ തരാം. അടുത്ത ഒരു സൈക്ലോ കോമ്പൗണ്ട് ഇങ്ങനെ വന്നു. ഇനി ഇങ്ങനത്തെ ഒരു സൈക്ലോ കോമ്പൗണ്ട് വന്നിരിക്കട്ടെ. 5, നമ്മളിവിടെ 6 പേര് വന്നതല്ലേ? അപ്പം 5 പേര് വരുന്ന ഒരെണ്ണം വരയ്ക്കാം. നോക്കിക്കോ. അപ്പൊ സൈക്ലോ കോമ്പൗണ്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാ? നമ്മൾ അത് എണ്ണി നോക്കുക. എണ്ണി നോക്കിയിട്ട് എന്ത് ചെയ്യാ? നമ്പർ കൊടുക്കുക. NH2 വന്നു. അപ്പൊ ഇവിടെ എത്ര കാർബൺ? 1
2, 3, 4, 5 പേര്. അപ്പൊ ഇയാളുടെ പേരെന്ത് വരും? സൈക്ലോ. പിന്നെ ആൽക്കിലിന്റെ കൂടെ എന്ത് വേണം? അവിടുത്തെ ആൽക്കിൽ എന്ന് കൊടുക്കണം. അപ്പൊ ഇയാളുടെ പേരെന്താ? സൈക്ലോ പെന്റൈലമീൻ. പെന്റൈൽ അമീൻ. ഇയാളുടെ പേര് അങ്ങനെ ആയിരിക്കും. ഇനി അടുത്ത് നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞത് എന്തുവാ? ഈ NH2 അമീൻ ഗ്രൂപ്പ് സൈഡിലായിട്ട് വരുന്ന കാര്യം പറഞ്ഞേ. എന്നാൽ NH2 എന്ത് ചെയ്യുന്നു? സെന്ററിലായിട്ട് വരുന്നു. NH2 സെന്ററിലായിട്ട് വരുമ്പോ നമ്മൾ രണ്ട് സൈഡും നോക്കണം. രണ്ട് സൈഡിലും ഈക്വൽ നമ്പർ ഓഫ് കാർബൺ ആറ്റം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡൈ ട്രൈ എന്ത് ചെയ്യണം? ഡൈ ട്രൈ ടെട്ര എന്ന് പറയുന്ന വേർഡില്ലേ, വേർഡ് റൂട്ട് നമ്മൾ കൊടുത്ത് വേണം എഴുതാൻ. ഡൈ ട്രൈ ടെട്ര എന്ന് പറഞ്ഞ വേർഡ് റൂട്ട് നമ്മൾ കൊടുത്തെഴുതണം. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ രണ്ടിടത്തും മീഥൈൽ ഗ്രൂപ്പാണ്. അമീന്റെ അപ്പുറവും ഇപ്പുറവും നോക്കണം. അപ്പൊ ഇവിടെ രണ്ടിടത്തും ആരാ? മീഥേൻ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ മീഥേൻ വരുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം? മീഥൈൽ എന്ന് കൊടുക്കണം. ഡൈ മീഥൈൽ അമീൻ. ഇനി അടുത്ത് നോക്കിക്കേ, NH2ന്റെ രണ്ട് സൈഡിലും ആര് വന്നു? ഈഥേൻ ഗ്രൂപ്പാ വന്നത്. അപ്പൊ ഇവിടുത്തെ വേർഡ് റൂട്ട് നമുക്കറിയാം, ഈഥൈൽ YL ചേർത്ത് കൊടുക്കണം. അപ്പൊ ഡൈ ഈഥൈൽ അമീൻ. ഇവിടെ രണ്ടിടത്തും ഈക്വൽ നമ്പർ ഓഫ് കാർബൺ ആറ്റം വന്നപ്പോഴാണ് നമ്മൾ അങ്ങനെ കൊടുത്തത്. ഇനി ഈക്വൽ നമ്പർ ഓഫ് കാർബൺ ആറ്റം അല്ല വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അപ്പുറം ഇപ്പുറം നമ്പർ ഇടുക. നമ്പർ ഇട്ടിട്ട് നോക്കിക്കേ, ഇപ്പുറത്തെ സൈഡിൽ ഒരു സൈഡിൽ മീഥേൻ ഗ്രൂപ്പും ഒരു സൈഡിൽ ഈഥൈൽ ഗ്രൂപ്പും. അപ്പൊ ഇതിൽ ആരെ ഫസ്റ്റ് കൊടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൽഫബറ്റിക് ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് പേര് കൊടുക്കണം. അപ്പൊ ആൽഫബറ്റിക് ഓർഡറിൽ ആരാ ഫസ്റ്റ് വരുന്നത്? ഈഥേൻ അല്ലേ? അപ്പൊ ഈഥൈൽ മീഥൈൽ അമീൻ വരും. ഇനി അടുത്ത ഒരു എക്സാമ്പിൾ ഇവിടെ തരാം. നോക്കിക്കേ, CH3 CH2 NH2 CH2 CH2 CH3. ഇയാളുടെ പേര് എങ്ങനെ വരുമെന്ന് അറിയാമോ? നോക്കിക്കേ, അമീൻ ഉണ്ട്. അമീൻ ഇപ്പുറത്തായിട്ട് ആരാ വന്നിരിക്കുന്നത്? ഈ നമ്മൾ മൊത്തം ആളുകളെയാണ് നോക്കുന്നത്. ഇയാൾ ആരാണ്? ഈഥൈനാണ്. ഇവിടെ വന്നിരിക്കുന്ന ആരാണ്? ഈഥൈനാണ്. ഇവിടെ വന്നിരിക്കുന്ന ആരാ? പ്രൊപ്പൈൻ ആണ്. ഓക്കെ ആണല്ലോ. ഇവിടെ വന്നിരിക്കുന്ന ആരാ? പ്രൊപ്പൈൻ ആണ്. അപ്പൊ ഇയാളുടെ പേര് എങ്ങനെ വരും? ഈഥൈൽ ഫസ്റ്റ് കൊടുക്കണം. ഈഥൈൽ പ്രൊപ്പൈൽ അമീൻ. ഇയാളുടെ പേരാണ് ഈഥൈൽ പ്രൊപ്പൈൽ അമീൻ. ഓക്കെ ആണല്ലോ. ഇത് മനസ്സിലായല്ലോ. ഇനി അടുത്ത ഒരാളിലോട്ട് നമ്മൾ പോകാൻ പോവാണ്. അടുത്തത് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇനി അടുത്തത് നോക്കിക്കോണം. ഇനി ബ്രാഞ്ച് ആയിട്ട് വരുന്ന ആളുടെ പേര് കൊടുക്കാൻ പോവാം നമ്മൾ. ബ്രാഞ്ച് ആയിട്ട് വരുന്ന ആളുടെ CH3 CH. മൂന്നാമത്തെ കാര്യത്തിലോട്ട് പോവാണേ. മൂന്നാമത്തെ നെയിമിങ്ങിന്റെ ഭാഗത്തോട്ട് പോവാം. 3 CH NH2 CH3. നോക്കിക്കേ, നമ്മുടെ അമീൻ എന്താട്ടാ കൊടുത്തേക്കുന്നേ? അമീൻ ഇവിടെ എന്താ? ബ്രാഞ്ച്ഡ് ആയിട്ടാണ്. അമീൻ എന്താണ്? ബ്രാഞ്ച്ഡ് ആണ്. ആണല്ലോ. ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് നേരത്തെ അറിയാവുന്ന പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ തിരഞ്ഞെടുക്കുന്നു. നമുക്ക് 1, 2, 3 എന്ന് കൊടുക്കാം. 1, 2, 3 എന്ന് കൊടുക്കാം. എങ്ങനെ കൊടുത്താലും രണ്ടാമത്തെ കാർബൺ ആറ്റത്തിനകത്താണ് ആര് വന്നേക്കുന്നത്? നമ്മുടെ അമീൻ കോമ്പൗണ്ട് വന്നേക്കുന്നത്. ആണല്ലോ. രണ്ടാമത്തെ കാർബൺ ആറ്റത്തിനകത്താണല്ലോ അമീൻ ഗ്രൂപ്പ് കോമ്പൗണ്ട് വന്നേക്കുന്നത്. അപ്പൊ നമ്മൾ ഇയാളുടെ പേര് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇയാള് മെത് എത് പ്രൊപ്പ് ആണല്ലോ. ഇയാളുടെ പേരിൽ നമ്മൾ എന്തേ കൊടുക്കത്തുള്ളൂ? പ്രൊപ്പാൻ. പ്രൊപ്പാൻ എന്നാ കൊടുക്കുന്നത്. നമ്മൾ എന്ത് കൊടുക്കത്തില്ല? YL കൊടുക്കില്ല. പ്രൊപ്പാൻ എന്ത് വരും? നമ്മൾ എപ്പോഴും ഒരു ലെറ്ററും എന്തും കൂടി വന്നു കഴിഞ്ഞാൽ, അക്ഷരം കൂടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹൈഫൺ കൊടുത്ത് വേണം എഴുതാം. രണ്ടാമത്തെ കാർബൺ പ്രൊപ്പാൻ 2 അമീൻ. ഇയാളുടെ പേരാണ് പ്രൊപ്പാൻ 2 അമീൻ. പറഞ്ഞ നമ്മളിവിടെ പ്രൊപ്പിൽ കൊടുക്കത്തില്ല, പ്രൊപ്പാനേ കൊടുക്കത്തുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പൊ ബ്രാഞ്ചിഡ് വന്നു കഴിഞ്ഞാൽ ഇനി അടുത്തൊരു കാര്യം ഇവിടെ പറയാം. CH3 CH NH2 CH2 CH3. ഇയാളുടെ പേരെങ്ങനെ വരും? നോക്കിക്കേ, 1, 2, 3, 4. 2ലാ വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് 4 പേരുണ്ട്. ബ്യൂട്ടാൻ. ബ്യൂട്ടാൻ എത്ര? 2 അമീൻ. ബ്യൂട്ടാൻ 2 അമീൻ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മളിപ്പം 3 നെയിം സിസ്റ്റം പറഞ്ഞു. ഒന്ന് നമ്മൾ പറഞ്ഞ എന്താ? ഒന്ന് നമ്മൾ അമീന്റെ എന്ത് ചെയ്തു? കോമൺ നെയിം നമ്മൾ എഴുതുക. കോമൺ നെയിം എഴുതുമ്പോൾ നമ്മൾ എന്താ? ആൽക്കിൽ അമീൻ എന്നാണ് നമ്മൾ കോമൺ നെയിമിന് നമ്മൾ കൊടുക്കുന്ന പേര്. ആൽക്കിൽ അമീൻ എന്നാണ് നമ്മൾ കോമൺ നെയിമിന് കൊടുക്കുന്ന പേര്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? അവർക്ക് ഓരോരുത്തർക്കും സൈഡിൽ അമീൻ വരുമ്പോ എങ്ങനെ പേര് കൊടുക്കുന്നത് നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ നടുക്കാട്ട് വരുവാണെങ്കിൽ നമ്മൾ അപ്പുറവും ഇപ്പുറവും നോക്കണം. സെയിം ആണെങ്കിൽ നമ്മൾ ഡൈ ട്രൈ ടെട്ര ചേർത്ത് പറയും.
അല്ലെ ഈക്വൽ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, രണ്ടിടത്തെയും കാർബൺ ചെയിൻ എത്ര ഉണ്ടെന്ന് നോക്കും. ഈതേലാണോ മീതേലാണോ പ്രൊപ്പൈലാണോ ബ്യൂട്ടേലാണോ എന്ന് നോക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ആൽഫബറ്റിക് ഓർഡറിൽ ഫസ്റ്റ് നമ്മൾ നെയിം കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, മീഥേൽ അമീന് പേര് കൊടുക്കും. ഓക്കെ ആണോ? ഓക്കെ ആണല്ലോ പറഞ്ഞത്. ഇവിടെ ഞാനൊരു തെറ്റ് പറഞ്ഞിട്ടുണ്ടേ. ഇവിടെ ഒരു തെറ്റുണ്ടേ മക്കളെ, സോറി. ഇവിടെ ഒരു കാര്യം, ഞാൻ ഇവിടെ IUPAC നെയിം തന്നെ അല്ലേ പറഞ്ഞത്. IUPAC നെയിം വരുമ്പോ എന്ത് തന്നെ, മെത് യദ് പ്രൊപ്പ്. അപ്പൊ എന്താ, ടു പ്രൊപ്പൈൽ അമീൻ. IUPAC നെയിം വരുമ്പോ എന്ത് തന്നെ, പ്രൊപ്പൈൽ എന്നാണ് കൊടുക്കേണ്ടത്. പ്രൊപ്പൈൽ, സോറി IUPAC അല്ല, കോമൺ നെയിം വരും, പ്രൊപ്പൈൽ അമീൻ എന്നാണ്. ഓക്കെ, ഇതെന്ത് വരും, മെത് യദ് പ്രൊപ്പ് ബ്യൂട്ട്. ഇതെന്താ, ടു ബ്യൂട്ടൈൽ അമീൻ എന്നാണ്. പ്രൊപ്പൈൽ അല്ലേ, ബ്യൂട്ടൈൽ അമീൻ എന്നാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മുടെ ഇങ്ങനെയാണ് നമ്മൾ എന്ത് പേര് കൊടുക്കുന്നത്, നമ്മുടെ അമീന് പേര് കൊടുക്കുന്നത്. ഇനി അടുത്ത വേറൊരു കാര്യം നമ്മൾ പറയാൻ പോവാണ്. നോക്കിക്കേ, ഇനി 2 അമീൻ വരുന്നു. ഇതെല്ലാം നമ്മൾ എന്താ പറയുന്നത്, നമ്മൾ ഇനി അടുത്തൊരാളെ പറയാൻ പോകും. ഇനി അടുത്ത ആളെ പറയാൻ പോവാണേ, നോക്കിക്കോണം. NH2 CH2 CH2 NH2, ഇയാളുടെ പേര് വന്നു. ഇനി നമ്മൾ നോക്കിക്കേ, ഇയാൾക്ക് നമ്മൾ നമ്പർ കൊടുക്കണം. ഇങ്ങനെ സെന്ററിലായിട്ട് 2 സൈഡിലും എത്ര വന്നു, 2 അമീൻസ് വന്നു. 2 സൈഡിലും എന്ത് ചെയ്തു, 2 അമീൻസ് വന്നു. അപ്പൊ 2 അമീൻസ് വന്നു കഴിഞ്ഞാൽ, 2 അമീൻസ് 2 അമീൻസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ പേര് കൊടുക്കും? ഇവിടെ നമ്മൾ ആരെ മാത്രമേ നോക്കത്തുള്ളൂ മക്കളെ, നമ്മുടെ ഈ നടുക്ക് കിടക്കുന്ന ആളെ മാത്രമേ നമ്മൾ നോക്കത്തുള്ളൂ. നമ്പർ ഇട്ടു, 1ഉം 2ഉം ഇങ്ങനെ ഇട്ട്, 1ഉം 2ഉം ഈക്വൽ ആണല്ലോ. അപ്പൊ ഇയാളുടെ പേര് എങ്ങനെയാ കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നടുക്ക് വന്ന ആളാരാ, ഈഥൈൻ അല്ലേ വന്നേ, ഈഥൈൻ. അപ്പൊ ഇങ്ങനെ വരുന്ന ആളുകൾക്ക് നമ്മൾ എന്ത് ചെയ്യത്തില്ല, ഈ നമ്മൾ ഈഥൈന്റെ എന്നി മാത്രം ഈ മാറ്റത്തില്ല. ഈഥൈൻ ഈഥൈൻ ഈ എന്ത് ചെയ്യില്ല, ചേഞ്ച് ചെയ്യത്തില്ല. ഈക്ക് എന്തില്ല, ചേഞ്ച് ഇല്ല. ഓക്കെ, അത് ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കണേ. ഈക്ക് എന്തില്ല, ചേഞ്ച് ഇല്ലെന്ന് തന്നെ പഠിച്ചു വെച്ചേക്കണം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇയാൾക്ക് പേര് കൊടുക്കാൻ നമ്മൾ പോവാണ്. നോക്കിക്കേ, ഈഥൈൻ. നമ്മൾ നേരത്തെ പറഞ്ഞത് IUPAC നെയിം നമ്മൾ എഴുതുന്ന സമയത്ത് എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു, ഈ മാറ്റിയിട്ട് YL നമ്മൾ കൊടുക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ ഇങ്ങനെ നടുക്കായിട്ട് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് എന്ത് വരുന്നു, നമ്മുടെ അമീൻ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല, അങ്ങനെ പേര് കൊടുക്കില്ല. എന്നിട്ട് എന്ത് ചെയ്യണം, ഹൈഫൺ. ലെറ്ററും ഇതുകൂടെ വരുമ്പോൾ, ലെറ്റർ ഒരു സംഖ്യയോടെ വരുമ്പോൾ നമ്മൾ ഹൈഫൺ കൊടുത്ത് എഴുതണം. ഇതിങ്ങനെ 1ഉം 2ലും 1,2. ഇവിടെ ആരുണ്ട്, 2 അമീൻ ഉണ്ട്. അപ്പൊ 2 വന്നു കഴിഞ്ഞാൽ ഡൈ അമീൻ. ഓക്കെ ആണല്ലോ. ഈ പേര് മനസ്സിലായോ, ഡൈ അമീൻ. ഓക്കെ ആണല്ലോ. അപ്പം അത്രയും പഠിച്ചു നമ്മൾ. ഇനി അടുത്തൊരു കാര്യം ഞാൻ പറയാൻ പോവാണ്. ഇനി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇവിടെ നമുക്ക് എല്ലാം NH2 അല്ലേടാ വന്നത്. ഇവിടെ എല്ലാം നമുക്ക് ഇനി NH2 അല്ലേ വന്നത്. ഇനി അടുത്ത കാര്യം നമ്മൾ പറയാൻ പോവാണ്. എന്ത് വരുവാ, സെക്കൻഡറി ടെറിഷറി അമീൻസിന്റെ കാര്യം. സെക്കൻഡറിയും ടെറിഷറി, ഇപ്പൊ നമ്മൾ പറഞ്ഞ പ്രൈമറി അമീന്റെ കാര്യം. ഇനി സെക്കൻഡറി ടെറിഷറി അമീൻ വരുമ്പോ എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, CH3 CH2 CH2 NH. NH CH3. ഇതാരാ, സെക്കൻഡറി അമീൻ ആണ്. ഇങ്ങനെ വരുമ്പോ നമ്മൾ എങ്ങനെ പേര് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇവർക്ക് നമ്മൾ ഫസ്റ്റ് എന്ത് കൊടുക്കണം, ഫസ്റ്റ് N കൊടുക്കണം. ഞാൻ അങ്ങനെ തന്നെ എഴുതുവാന്നേ, ഫസ്റ്റ് N കൊടുക്കണം. ഓക്കെ ആണല്ലോ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് N കൊടുക്കണം. മറന്നുപോലെ. അപ്പൊ ഒന്നുകൂടെ ഞാൻ പറയാണ്, ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് അമീന്റെ നെയിമിംഗ് ആണ്. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച ഓർഗാനിക് കോമ്പൗണ്ടുകളെ വെച്ച് അമീന്റെ നെയിമിങ്ങിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അമീന്റെ കോമൺ നെയിമിൽ നമ്മൾ എപ്പോഴും ആൽക്കിൽ പ്ലസ് അമീൻ ആണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇത് നോക്കി വെച്ചേക്കണം, ആൽക്കിൽ പ്ലസ് അമീൻ എന്നാ കൊടുക്കുന്നത്. അപ്പം അമീൻ ഗ്രൂപ്പുകൾ എവിടെ വരുന്നു, എൻഡിൽ വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കാർബൺ ചെയിന് നമ്പർ കൊടുക്കുന്നു. ആൽക്കിൽ പ്ലസ് അമീൻ, ഈഥൈൽ പ്ലസ് അമീൻ, പ്രൊപ്പൈൽ പ്ലസ് അമീൻ, ഹെക്സൈൽ പ്ലസ് അമീൻ, പെന്റൈൽ പ്ലസ് അമീൻ എന്ന് കൊടുക്കുന്നു. സൈക്ലോ കോമ്പൗണ്ട് വന്നാൽ നമ്മൾ സൈക്ലോ ഫസ്റ്റ് കൊടുക്കുന്നു. 6 കാർബൺ ആണെങ്കിൽ ഹെക്സൈൽ അമീന്. 5 കോമ്പൗണ്ട് ആ സൈക്ലോയിനകത്ത് വരുന്നതെങ്കിൽ സൈക്ലോ പെന്റൈൽ അമീൻ. ഇനി നമ്മൾ അടുത്ത പറയുന്നത് NH2 നടുക്ക് വരുന്നു. നടുക്ക് വരുമ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം, തൊട്ട് സൈഡില് ലെഫ്റ്റിലും റൈറ്റിലും കിടക്കുന്ന ആളുകൾ ഈക്വൽ ആണെങ്കിൽ, ഈക്വൽ നമ്പേഴ്സ് ഓഫ് കാർബൺസ് ആണെങ്കിൽ അവർക്ക് നമ്മൾ ഡൈ കൊടുത്തു. പിന്നെ മീഥൈൽ ഗ്രൂപ്പ് അല്ലെ രണ്ടിടത്തും വന്നേക്കുന്നേ, ഡൈ മീഥൈൽ അമീൻ.
ഇനി ഒരിടത്ത് ഈതയിലും വന്നു. അപ്പൊ അയാളുടെ പേരെന്താ? ഈതയിൽ അമീൻ. അമീൻ നമ്മൾ എപ്പോഴും ലാസ്റ്റേ എഴുതത്തുള്ളൂ. ഇനി എന്താ? അൺഈക്വൽ ആയിട്ടുള്ള ആളുകളാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു കാർബണും ഇവിടെ 2 കാർബണും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ എങ്ങനെയാ വിളിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ ആൽഫബറ്റിക് ഓർഡർ ഫോളോ ചെയ്യണം. ഈതയിൽ ആൾക്ക് ഫസ്റ്റ് പേരുണ്ട്. അപ്പം എം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടല്ലേ എം വരത്തുള്ളൂ. അപ്പൊ ഈതേൽ, മീതേൽ, അമീൻ നമ്മൾ എന്ത് ചെയ്തു? പേര് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നോക്കിക്കേ, നമ്മൾ പറഞ്ഞു വേറൊരു എക്സാമ്പിൾ പറഞ്ഞു. എന്താ? ഈതേൽ, പ്രൊപ്പേൽ, അമീന്ന്. അത് നമ്മൾ ബ്രാഞ്ച് ആയിട്ട് വരുമ്പോഴും എന്ത് കൊടുത്തു? ബ്രാഞ്ച് നമ്മൾ ലോങ്സ്റ്റ് കാർബൺ ചെയിൻ തിരഞ്ഞെടുത്തു. നമ്മൾ NH2 വരുന്നതിന് എന്ത് ചെയ്തു? സിംഗിൾ നമ്പർ കൊടുത്തു. എന്നിട്ട് 2 പ്രൊപ്പൈൽ അമീന്ന് പേര് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നോക്കി അടുത്തതും 2 ബ്യൂട്ടൈൽ അമീന്ന് കൊടുത്തു. ഇനി നമ്മൾ പറയുന്നത് NH2 എന്ത് വരുന്നു? 2 സൈഡിലും വരുന്നു. ബോത്ത് സൈഡിൽ എന്ത് ചെയ്യുന്നു? NH2 വരുന്നു. 2 സൈഡിൽ എന്ത് വന്നു? NH2 വന്നു. അപ്പൊ ബോത്ത് സൈഡിൽ എന്ത് വന്നു? NH2 വന്നു. അപ്പൊ നമുക്ക് ഈ എന്ത് ചെയ്യില്ല? നമ്മൾ ചേഞ്ച് ആക്കത്തില്ല. ബോത്ത് സൈഡിൽ എന്ത് വന്നു മക്കളെ? ബോത്ത് സൈഡിലും NH2 ഗ്രൂപ്പ് വന്നു. NH2 ഗ്രൂപ്പ് വരുമ്പോ നമ്മൾ ആരെ ചേഞ്ച് ചെയ്യുന്നില്ല? നമ്മുടെ ഈനെ, അതായത് ഈ ആയതാണ് ആൽക്കെയിൻ. ആൽക്കെയിൻ ഉണ്ടല്ലോ, ആൽക്കെയിൻ ഇങ്ങനെയല്ലേ എഴുതുന്നത്. ഈയെ നമ്മൾ എന്ത് ചെയ്യുന്ന? റീപ്ലേസ് ചെയ്യുന്നില്ല. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പേര് കൊടുക്കുന്നു, പൊസിഷൻ എഴുതുന്നു, ലാസ്റ്റ് നമ്മൾ അമീൻ എഴുതുന്നു. ഇത്രയാണ് പ്രൈമറി അമീന്റെ കാര്യം പറയാനുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകും? സെക്കൻഡറി, ടെറിഷറി അമീൻ. അത് എങ്ങനെ അറിയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്കൻഡറി അമീനകത്ത് ഒരു ഹൈഡ്രജനെ കാണത്തുള്ളൂ. ടെറിഷറി അമീനകത്ത് ആര് കാണത്തില്ല? ഹൈഡ്രജൻ കാണത്തില്ല. അപ്പൊ സെക്കൻഡറി, ടെറിഷറി അമീന്റെ പേര് കൊടുക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് കൊടുക്കണം? എൻ എന്ന് പറയുന്ന ലെറ്റർ കൊടുക്കണം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതിന്റെ പേര് ഞാൻ എഴുതാൻ പോവുകയാണ്. ഇവിടെ 1, 2, 3. ഇവിടെ എന്തുണ്ട്? 1, 2, 3 എന്ന് ഞാൻ നമ്പർ കൊടുത്തു. ഇവിടെ ആരാ ഉള്ളത്? ഒരു കാർബൺ. അപ്പൊ നമ്മൾ പറഞ്ഞു അപ്പുറത്തും ഇപ്പുറത്തെ സൈഡ് നോക്കിയത് ഇവിടെ പ്രൊപ്പൈലും ഇവിടെ മീഥൈലുമാണ് വന്നേക്കുന്നത്. പ്രൊപ്പൈലും മീഥൈലുമാണ് വന്നേക്കുന്നത്. ഇവിടെ നമുക്ക് വേറെ ആളോടെ കൊടുക്കാം. പ്രൊപ്പൈലും മീഥൈലും വേണ്ട, പ്രൊപ്പൈൽ ഈഥൈലും എടുക്കാം. CH2 CH3 കൊടുത്തു. അപ്പൊ ഇവിടെ ആരാ വന്നേക്കുന്നത്? ഈഥൈലും വന്നു, ഈഥൈനും വന്നു. ഇവിടെ ആരും വന്നു? പ്രൊപ്പൈനുമാണ് വന്നേക്കുന്നത്. അപ്പൊ ഇവർക്ക് എങ്ങനെ പേര് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? N കൊടുക്കണം. N കൊടുത്തു. N കൊടുത്തു കഴിഞ്ഞിട്ട് എന്താ വേണ്ടെന്ന് അറിയാമോ? ഇവിടെ നമ്മള് ആരുടെ പേരാ ഫസ്റ്റ് കൊടുക്കണ്ടേ? നമ്മുടെ ഇവിടെ നമ്മൾ പേര് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് നോക്കത്തില്ല? ഇവിടെ നമ്മൾ ലോങ്ങസ്റ്റ് ചെയിന്റെ കൂടെ ഞാൻ ഇവിടെ ഇങ്ങനെ തന്നെ എഴുതി വെക്കുവാണ്. നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിച്ചിക്കണേ. ലോങ്ങസ്റ്റ് ചെയിന്റെ കൂടെ എന്ത് ചെയ്യണം? അമീന്റെ പേര് കൊടുക്കണം. ലോങ്ങസ്റ്റ് ചെയിന്റെ കൂടെ എന്ത് കൊടുക്കണം? അമീന്റെ പേര് കൊടുക്കണം. തിരിഞ്ഞു പോലെ മക്കളെ, അമീന്റെ നെയിം എന്ത് ചെയ്യണം? കൊടുക്കണം. അപ്പൊ ഇവിടുത്തെ 2 കാര്യങ്ങൾ പഠിച്ചല്ലോ. അതായത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എന്താ? ഫസ്റ്റ് N കൊടുക്കണം. പിന്നെ നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ലോങ്ങസ്റ്റ് ചെയിന്റെ കൂടെ എന്ത് കൊടുക്കണം? നമ്മൾ അമീന്റെ നെയിം കൊടുക്കണം. അപ്പൊ ഇവിടുത്തെ പേര് നമ്മൾ ആൽഫബറ്റിക് ഓർഡർ ഒന്നും അല്ല, ലോങ്ങസ്റ്റ് ചെയിനും ഇതാ നോക്കണ്ടേ. അപ്പൊ നോക്കിക്കേ, ഇതിന്റെ പേരാണ് N ഈഥൈൽ. N ഈഥൈൽ. എന്താ അടുത്ത ആരാ? പ്രൊപ്പേൽ അമീൻ. N ഈഥൈൽ പ്രൊപ്പേൽ അമീൻ. ഓക്കെ ആണല്ലോ. മനസ്സിലായോ പറഞ്ഞേ? അപ്പൊ നമ്മളിപ്പോ ടെറിഷറിയുടെയും സെക്കൻഡറിയുടെ ഇടാ പറയുന്നത്. അത് ടെറിഷറി സെക്കൻഡറി ആവാൻ എങ്ങനെ അറിയുന്നത്? NHും കാണും, Nഉം ആയിരിക്കും കാണുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ വരുമ്പോൾ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡിലും നമ്മൾ ആൽഫബറ്റിക് ഓർഡർ അല്ല ഫോളോ ചെയ്യുന്നത്. എന്ത് ഓർഡറാ? നമ്മൾ ലോങ്ങസ്റ്റ് ചെയിന്റെ കൂടെ എന്ത് ചെയ്യണം? അമീന് പേര് കൊടുക്കണം. ഞാൻ അടുത്തൊരു എക്സാമ്പിൾ പറയട്ടെ. അടുത്തൊരു എക്സാമ്പിൾ നോക്കിക്കേ. ഇനി ഒരാളെ വരുന്നുള്ളൂ. ഇതിപ്പോ ഇവിടെ ഒരു നൈട്രജനും ഹൈഡ്രജനും ഉള്ളതുകൊണ്ട് നമ്മൾ N കൊടുത്തേ. ഇനി അടുത്ത് നോക്കിക്കേ, CH3 CH2 N CH3 CH3 ഇങ്ങനെ പേര് വന്നു. ഇങ്ങനെ പേര് വന്നെങ്കിൽ നോക്കിക്കേ, നമ്മൾ പേര് കൊടുക്കാൻ പോവാ. ഇവിടെ 2 ഗ്രൂപ്പാ വന്നേക്കുന്നേ. 2 ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. ഇവിടെ എന്താ? മീഥൈൽ ഗ്രൂപ്പും ഉണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാ? പേര് കൊടുക്കാൻ പോവാണ്. ഇയാൾക്ക് എങ്ങനെ പേര് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇയാളുടെ പേര് കൊടുക്കാൻ നമ്മൾ പോവാണേ. ഇതാ നോക്കിക്കേ, ഇയാളുടെ പേര് കൊടുക്കുമ്പോൾ നമ്മൾ ഇവിടെ N മാത്രമേ ഉള്ളൂ. N മാത്രമാണെങ്കിൽ, അതായത് ടെറിഷറി ആണെങ്കിൽ നമ്മൾ NN കൊടുക്കണം. ടെറിഷറി ആണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? NN കൊടുക്കണം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇയാളുടെ പേര് നമ്മൾ പറയാൻ പോവാണ്. ഇവിടെ 2 മീഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിന് നമ്പർ കൊടുക്കാൻ എങ്ങനെ പറ്റത്തില്ല? അത് ഇങ്ങനെ നമ്പർ കൊടുക്കാൻ പറ്റുമോ?
നമുക്ക് ഇവിടുത്തെ ഇത് തരുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ നമ്പർ കൊടുക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്പർ കൊടുക്കാൻ എങ്ങനെയാ പറ്റുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കേ, ഇത് ഇങ്ങനെ നമ്പർ കൊടുക്കാം. 1 2 3 ഇങ്ങനെ നമുക്ക് നമ്പർ കൊടുക്കാലോ. 1 2 3 എന്ന് നമുക്ക് നമ്പർ കൊടുക്കാനല്ലേ പറ്റത്തുള്ളൂ. ഇങ്ങനല്ലേ നമ്പർ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇയാളുടെ പേര് എങ്ങനെയാ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇയാളുടെ പേരാണ്, ഇവിടെ n മാത്രം ആയതുകൊണ്ട് n, n ഡൈമീഥൈൽ. 2 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഡൈമീഥൈൽ. ഡൈമീഥൈൽ എന്താ? ഈഥൈലമീൻ. ഡൈമീഥൈൽ ഈഥൈലമീൻ. പേര് കണ്ടോ? ഡൈമീഥൈൽ ഈഥൈലമീൻ. അപ്പൊ ഇങ്ങനെയാണ് ഇവർക്ക് എന്ത് ചെയ്യുന്നത്, നമ്മൾ എണ്ണം ചേർത്ത് പേര് കൊടുക്കും. ഇനി വേറൊരു കാര്യം നമ്മൾ പറഞ്ഞു, ഇപ്പൊ ഇത്രയും നമ്മൾ പറഞ്ഞത് IUPAC നെയിം ആണ്, സോറി കോമൺ നെയിം ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? IUPAC നെയിം പറയാൻ പോവാ. IUPAC നെയിമിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, IUPAC നെയിമിന്റെ കാര്യം എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിവിടെ ആൽക്കിൽ പ്ലസ് എന്തായിരുന്നു? ആൽക്കിൽ പ്ലസ് അമീൻ ആയിരുന്നല്ലോ ആര്? നമ്മുടെ കോമൺ നെയിം. അപ്പൊ ഇവിടുത്തെ ഒരെണ്ണം പഠിച്ചു വെച്ചാൽ മതിയേ. അപ്പൊ ഇവിടുത്തെ എന്താണെന്നറിയാമോ? ആൽക്കെയിൻ ഇല്ലേ? ആൽക്കെയിൻ. ആൽക്കെയിൻ. ആൽക്കെയിൻ പ്ലസ് അമീനകത്ത് നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാമോ മക്കളെ? നമ്മുടെ ഈനെ നമ്മൾ എന്ത് ചെയ്യും? റീപ്ലേസ് ചെയ്യും. അപ്പൊ ഓർത്ത് വെച്ചേക്കണം, കോമൺ നെയിം ഒക്കെ അറിയാം. ആൽക്കിൽ പ്ലസ് എന്താ? അമീനാണെന്നറിയാം. എന്നാ IUPAC നെയിം വരുമ്പോ നമ്മുടെ ആൽക്കെയിന്റെ ഈ എന്ത് ചെയ്യണം? റീപ്ലേസ് ചെയ്യണം, അല്ലെ റിമൂവ് ചെയ്യണം. ഈയെ നമ്മൾ എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം. എന്നിട്ട് നമ്മൾ എങ്ങനെ എഴുതും? പ്ലസ് അമീൻ കൊടുക്കണം. അപ്പൊ എങ്ങനെ എഴുതാം അത്? ആൽക്കലമീൻ. ആൽക്കാൻ അമീൻ. ഇങ്ങനെ ആയിരിക്കും പേര് വരുന്നേ. ആൽക്കാൻ അമീൻ. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾക്ക് ഇങ്ങനെയാണ് ഇവിടെ പേര് കൊടുക്കുന്നത്. നമ്മുടെ IUPACൽ നമ്മൾ ആൽക്കാൽ അമീൻ ആയിരിക്കും പേര് കൊടുക്കുന്നത്. എന്നുവെച്ചാൽ EN മാറ്റിയിട്ട് അമീൻ എന്ത് ചെയ്യും? കൂട്ടിച്ചേർത്ത് എഴുതും. അപ്പൊ ഇത്രയാണ് നമ്മുടെ എന്തിന്റെ നെയിമിംഗ് എന്ന് പറയുന്നത്? നമ്മുടെ അമീന്റെ നെയിമിംഗ് എന്ന് പറയുന്നത്. അപ്പൊ കോമൺ നെയിം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ IUPAC നെയിം എളുപ്പമാണ്. കോമൺ നെയിം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഇവിടെ ഞാൻ ഒന്നുകൂടെ എഴുതാണേ. കോമൺ നെയിം എന്ന് പറയുമ്പോ ഇതിന്റെ നോട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഇത് മനസ്സിലായിട്ടില്ല എഴുതിയിരിക്കുന്നെങ്കിൽ ഇതിന്റെ നോട്ടായിട്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്തുനിന്ന് ടെലിഗ്രാമിൽ ചോദിച്ചാൽ മതി, ഞാൻ നിങ്ങൾക്ക് തരാമേ. കേട്ടോ, നോക്കിക്കേ, ഇതിന്റെ കോമൺ നെയിം എങ്ങനെ വരുന്നേ? ആൽക്കൈൽ പ്ലസ് അമീനാണ്. ആൽക്കൈൽ പ്ലസ് അമീനാണ്. ഇനി എന്നാ IUPAC നെയിം എങ്ങനെയാ വരുന്നത്? IUPAC നെയിം വരുന്നത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൽക്ക പ്ലസ് എന്താ? അമീനാണ്. ആൽക്ക പ്ലസ് അമീനാണ്. ഇവിടെ എന്തില്ലെന്ന് ഓർത്തോണം? ഈ ഇല്ല എന്നുള്ള കാര്യം ഓർത്തോണം. ഓക്കെ ആണല്ലോ. ഇങ്ങനെയാണ് പേരിടുന്നത്. ഇവിടെ തന്നിരിക്കുന്ന എക്സാമ്പിൾസ് ഒന്ന് ചെയ്ത് നോക്കണം. ഓക്കെ ആണല്ലോ. അപ്പൊ IUPAC നെയിമും എന്തും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആരുടെ? നമ്മുടെ അമീന്റെ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ അമീന്റെ പ്രിപ്പറേഷനിലോട്ട് നമ്മൾ പോകാൻ പോവാം. ഒന്നാമത്തെ പ്രിപ്പറേഷൻ ആണ് ഗബ്രിയൽ താലമൈഡ് സിന്തസിസ് എന്ന് പറയുന്ന റിയാക്ഷൻ. ഇവിടെ നമ്മൾ എന്താ പ്രിപ്പയർ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈമറി അമീനാണ് ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ഗബ്രിയൽ താലമൈഡ് സിന്തസിസിൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? പ്രൈമറി അമീനാണ്. ആരോമാറ്റിക് അമീനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരോമാറ്റിക് അമീൻസ് അല്ലെ ആരോമാറ്റിക് കോമ്പൗണ്ട്സുകൾ എന്ത് ചെയ്യത്തില്ല? ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടത്തത്തില്ല. അപ്പൊ ഗബ്രിയൽ താലമൈഡ് സിന്തസിസിൽ നമുക്ക് കിട്ടുന്ന എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് പ്രൈമറി അമീൻ ആയിരിക്കും. ആരോമാറ്റിക് അമീനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അരൈൽ ഹാലൈഡുകൾ. അങ്ങനെ അരൈൽ ഹാലൈഡ് എന്ന് പറയുന്നത് നമ്മുടെ അരൈൽ ഹാലൈഡ് കോമ്പൗണ്ടുകൾ എന്ത് ചെയ്യത്തില്ല? ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടത്തത്തില്ല. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ ഉപയോഗിക്കുന്നത് എന്താ? താലമൈഡ് എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ടിൽ നിന്നാണ് നമ്മൾ ആര് പ്രിപ്പയർ ചെയ്യുന്നത്? നമ്മുടെ പ്രൈമറി അമീനെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടാണ് ഇതിന്റെ പേര് എന്ത് വന്നത്? ഗബ്രിയൽ താലമൈഡ് സിന്തസിസ്. അപ്പൊ ഗബ്രിയൽ താലമൈഡ് സിന്തസിസിൽ നമ്മൾ എന്താണ് ഉണ്ടാക്കുന്നത്? പ്രൈമറി അമീനെയാണ്. നമുക്ക് ഒരിക്കലും ആരെ ഉണ്ടാക്കാൻ പറ്റത്തില്ല? ആരോമാറ്റിക് അമീനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റുകളുടെ പേര് എന്ത് ചെയ്യണം? ഓർത്ത് വെച്ചേക്കണം. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത പ്രിപ്പറേഷൻ ആണ് ഹോഫ്മാൻ ബ്രോമൈഡ് ഡീഗ്രേഡേഷൻ റിയാക്ഷൻ. ഹോഫ്മാൻ റിയാക്ഷനെ പറ്റി നമ്മൾ പറയും. ദിസ് ഡീഗ്രേഡേഷൻ റിയാക്ഷൻ മൈഗ്രേഷൻ ഓഫ് ആൽക്കിലോർ അരൈൽ ഗ്രൂപ്പ്. ഇവിടെ എന്താ നടക്കുന്നത്? മൈഗ്രേഷൻ ഓഫ് ആൽക്കിലോർ അരൈൽ ഗ്രൂപ്പ് ടേക്സ് പ്ലേസ് ഇൻ കാർബണൈൽ കാർബൺ ഓഫ് ദി അമൈഡ് ടു നൈട്രജൻ ആറ്റം.
ഓക്കെ ആണല്ലോ. ദ അമൈൻ ഈസ് ഫോംഡ് കണ്ടെയ്ൻ 1 കാർബൺ ലെസ് ദാൻ ദാറ്റ് ഓഫ് പ്രസന്റ് ഇൻ ദി അമൈഡ്. നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ ഒരു കാർബൺ എന്ത് ചെയ്യും, ലെഫ്റ്റ് ആയി പോകും. നമുക്ക് എന്ത് ഒരു കാർബൺ നമ്മുടെ പ്രോഡക്റ്റിൽ ഒരു കാർബൺ എന്താകും, കുറവായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ പഠിക്കണം. നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ, നമ്മുടെ കോമ്പൗണ്ട് ആണ്, അമീൻ കോമ്പൗണ്ട് വന്നു. ഇവിടെ എന്തുണ്ടടാ മക്കളെ, ഒരു കാർബൺ കോമ്പൗണ്ട് ഉണ്ട്. പക്ഷെ നമ്മുടെ പ്രോഡക്റ്റിൽ കാർബൺ കോമ്പൗണ്ട് ഉണ്ടോ, ഇല്ല. പ്രോഡക്റ്റിൽ ഒരു കാർബൺ എന്തായിരിക്കും, എപ്പോഴും കുറവായിരിക്കും. ഓക്കെ ആണല്ലോ പറഞ്ഞത്. അപ്പൊ നമ്മൾ 2 റിയാക്ഷൻസ് പറഞ്ഞു. ഒന്നാമത്തെ ഗബ്രിയൽ താലമൈഡ് സിന്തസിസ്, അവിടെ നമ്മൾ പറയുന്നത് എന്താ, പ്രൈമറി അമീനെ പറ്റിയിട്ടാണ്. പ്രൈമറി അമീനെ എന്ത് ചെയ്യുന്നു, നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കുന്ന കാര്യമാണ് പറയുന്നത്. രണ്ടാമത് നമ്മൾ പറഞ്ഞ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോഫ്മാൻ എന്താ, ബ്രോമൈഡ് ഡീഗ്രഡേഷൻ ആണ്. ഇവിടെ നടക്കുന്നത് വെച്ചാൽ മൈഗ്രേഷൻ ഓഫ് ആൽക്കിൽ ഓർ അറൈൽ ഗ്രൂപ്പ്. ആൽക്കിൽ ഗ്രൂപ്പും അറൈൽ ഗ്രൂപ്പിന്റെ എന്താ നടക്കുന്നത്, മൈഗ്രേഷൻ ആണ് നടക്കുന്നത്. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ പ്രോഡക്റ്റ്, ഇപ്പൊ നമുക്ക് പരീക്ഷയ്ക്കോ എക്സാമിന് ചോദിക്കും, നമുക്ക് എന്താ ചോദിക്കുന്നത്, നമുക്ക് ഇങ്ങനെ പ്രോഡക്റ്റ് തരും, എന്നിട്ട് ഇതിന്റെ എന്ത് ചെയ്യാൻ, റിയാക്ടന്റ് തരും. നമുക്ക് പ്രോഡക്റ്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തിനാം, ആ റിയാക്ടന്റിൽ നിന്നും ഒരു കാർബൺ എന്താ കുറവുള്ള ആളുകളായിരിക്കും അത്. ഓക്കെ ആണല്ലോ. റിയാക്ഷൻ നോക്കി പഠിക്കണം. അത് കഴിഞ്ഞ് റിഡക്ഷൻ ഓഫ് നൈട്രോ കോമ്പൗണ്ട്. ഈ റിഡക്ഷൻ ഓഫ് നൈട്രോ കോമ്പൗണ്ട് നമ്മൾ ആൽക്കെയിൻ, ആൽക്കിൻ, ഹാലോ ആൽക്കിൻ, ഹാലോറീൻസ് അവിടെ എല്ലാം പഠിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പൊ റിഡക്ഷൻ ഓഫ് എന്താ നൈട്രോ കോമ്പൗണ്ടിനെ നമ്മൾ റിഡക്ഷൻ ചെയ്യുമ്പോ നമുക്ക് ഇതിന്റെ പേരെന്താണ്, ഇതിന്റെ പേര് നൈട്രജൻ എന്ത് ബെൻസീൻ റിങ്ങിനകത്ത് വന്നു. അപ്പൊ നൈട്രോ ബെൻസീൻ ആണ് ഇതിന്റെ പേര്. അപ്പൊ നൈട്രോ ബെൻസീനെ നമ്മൾ എന്ത് ചെയ്യുന്നു, റിഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അമീൻ കിട്ടും. എന്ത് കിട്ടും, അമീൻ കിട്ടും. അമീൻ കിട്ടുമല്ലോ മക്കളെ, അമീൻ കിട്ടി. ഓക്കെ. ഇനി അടുത്ത് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന 2 തരത്തിലുള്ള കാറ്റലിസ്റ്റ് ഉണ്ട്. ഇവിടെ ഹൈഡ്രജനും പലീഡിയം ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ ഇതും ടിന്നും HCl ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഈ റിഡക്ഷൻ ഓഫ് നൈട്രൽ ആണ്. നമ്മൾ നൈട്രൽ കോമ്പൗണ്ട് റിഡക്ഷൻ നടത്തുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, അമീൻ കോമ്പൗണ്ട് കിട്ടും. ഓക്കെ ആണല്ലോ, അമീൻ കോമ്പൗണ്ട് കിട്ടുന്നു. ഈ റിഡക്ഷൻ ഓഫ് അമൈഡ്, റിഡക്ഷൻ ഓഫ് നൈട്രൽ, റിഡക്ഷൻ ഓഫ് സൾഫോണിക് ആസിഡ്, ഹാലജനേഷൻ റിയാക്ഷൻസ് ഒക്കെ നമ്മൾ ആൽക്കൈൻ, ആൽക്കീൻ, ആൽക്കൈൻ അതൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് അതിന്റെ കാര്യങ്ങൾ പറയാത്തത് നമ്മൾ. നോക്കിയേ, അടുത്ത നോക്കിക്കേ, റിഡക്ഷൻ ഓഫ് അമൈഡ് ആണ്. അമൈഡിനെ നമ്മൾ റിഡക്ഷൻ നടത്തി നമുക്ക് ആരെ കിട്ടുന്നു, അമീൻ കോമ്പൗണ്ടിനെ നമുക്ക് ഇവിടെയും കിട്ടുന്നു. അപ്പൊ ഇവിടുത്തെ എന്തിനെ പഠിച്ചു വെക്കുക, കാറ്റലിസ്റ്റുകളെ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അപ്പൊ നമ്മൾ 2 പ്രിപ്പറേഷൻസ് ആണ് ഇപ്പൊ പറഞ്ഞത്. 2 അല്ല, ഗബ്രിയൽ താലമൈഡ് സിന്തസിസ് റിയാക്ഷൻ പറഞ്ഞു. അവിടെ ഉപയോഗിക്കുന്നത് എന്താണ്, താലമൈഡിനെയാണ്. KOH NOH അക്വസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, യൂസ് ചെയ്യുന്നുണ്ട്. ആരോമാറ്റിക് കോമ്പൗണ്ടുകളെ പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല, പ്രൈമറി അമീനെ മാത്രമേ പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഹോഫ്മാൻ ഡീഗ്രഡേഷൻ റിയാക്ഷൻ അത് പറയുന്നത് മൈഗ്രേഷൻ ഓഫ് ആൽക്കിൽ ഓർ അരൈൽ ഗ്രൂപ്പ്. ആൽക്കിൽ ഗ്രൂപ്പിന്റെയും അരൈൽ ഗ്രൂപ്പിന്റെയും എന്താ മൈഗ്രേഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. എന്നിട്ട് നമുക്ക് ഉണ്ടാകുന്ന പ്രോഡക്റ്റിൽ എന്ത് കുറവായിരിക്കും, ഒരു കാർബൺ. ഇവിടെ എന്തുണ്ട്, 2, ഇത് ആൽക്കിൽ ഗ്രൂപ്പ് അല്ലേ, 2 ആൽക്കിൽ ഗ്രൂപ്പ് ഉണ്ട്. 2 ആൽക്കിൽ ഗ്രൂപ്പിൽ ഇവിടെ വന്നപ്പോ നമുക്ക് ഒരു ആൽക്കിൽ ഗ്രൂപ്പിലേ വന്നുള്ളൂ. ഇവിടെ 2 ആൽക്കിൽ ഗ്രൂപ്പ് ഉണ്ട്. ഇവിടെ എത്ര ആൽക്കിൽ ഗ്രൂപ്പേ വന്നോളൂ, നമുക്ക് ഒരു ആൽക്കിൽ ഗ്രൂപ്പ് മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. അപ്പൊ നമുക്ക് പ്രോഡക്റ്റിൽ എപ്പോഴും എന്തായിരിക്കും, ഒരു കാർബൺ കുറവായിരിക്കും. അത് ഓർത്ത് വെക്കുക. പിന്നെ റിഡക്ഷൻ ഓഫ് നൈട്രോ കോമ്പൗണ്ട് നമ്മൾ ആൽക്കേനും ആൽക്കിനും ഒക്കെ പഠിച്ച സമയത്ത് പ്ലാറ്റിനം, പലേഡിയം ഒക്കെ വെച്ച് നമ്മൾ റിഡക്ഷൻ റിയാക്ഷൻ നടത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു, അമീൻ കോമ്പൗണ്ടിനെ കിട്ടുന്നു. റിഡക്ഷൻ ഓഫ് അമൈഡും റിഡക്ഷൻ ഓഫ് നൈട്രൽസും. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ വരുന്ന കാര്യമാണ് ബോയിലിംഗ് പോയിന്റ്. ബോയിലിംഗ് പോയിന്റ് ഓർഡർ ആണ് പ്രൈമറി അമീൻ, സെക്കൻഡറി അമീൻ, ടെർഷ്യറി അമീൻ. ആലിഫാറ്റിക് അമീൻ, അതായത് ആലിഫാറ്റിക് അമീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CH3 CH2 NH2 ചെയിനിൽ വരുന്ന അമീൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആലിഫാറ്റിക് അമീൻ. ആലിഫാറ്റിക് അമീൻസ് എന്താണ്, വാട്ടർ സോളുബിളും. ആരോമാറ്റിക് അമീൻ എന്താണ്, വാട്ടറിൽ ഇൻസോളുബിളും ആയിരിക്കും. ആരോമാറ്റിക് അമീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബെൻസീൻ റിങ്ങിനകത്ത് ആര് വരുന്നു, നമ്മുടെ അമീൻ കോമ്പൗണ്ട് വരുന്നു. അവരെന്താണ്, അവര് ഇൻസോളുബിളും ആയിരിക്കും. ഇനി അതിന്റെ ബേസിസിറ്റിയുടെ ഓർഡർ പറയാണ് അമീന്റെ. നമ്മൾ ആരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അമോണിയമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, നമ്മുടെ ബേസിസിറ്റിന്റെ കാര്യം പറയുക. നമ്മുടെ അതിന്റെ ഓർഡർ ആണ് കൊടുത്തേക്കുന്നത്, അമീന്റെ ബേസിസിറ്റിയുടെ ഓർഡർ ആണ് കൊടുത്തേക്കുന്നത്. ഡ്യൂ ടു ദ റെസണൻസ് ഓഫ് അരൈൽ അമീൻ ദ ഡൊണേഷൻ ഓഫ് ഇലക്ട്രോൺ ഈസ് ഡിഫിക്കൽട്ട്. റെസണൻസ് എന്ന് പറഞ്ഞാൽ എന്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മളിങ്ങനെ ഒരു സൈക്ലിക് കോമ്പൗണ്ടിനകത്തുള്ള എന്ത് ഷിഫ്റ്റ് ആകുന്നു, നമ്മുടെ ബോണ്ട് ഷിഫ്റ്റ് ആകുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡീലോക്കലൈസ്ഡ് പൈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു, ഷിഫ്റ്റ് ചെയ്യുന്നതാണ് എന്ത്, റെസണൻസ്. അപ്പൊ റെസണൻസ് കാരണം എന്താ,
അരേൽ അമീൻസിന്റെ ഡൊണേഷൻ ഓഫ് ഇലക്ട്രോൺസ് എന്തായിരിക്കും? ഡിഫിക്കൽട്ട് ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി ബെൻസോയിലേഷൻ റിയാക്ഷൻ എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ ഉണ്ട്. അതിൽ മീഥേൻ അമീൻ നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ കോമ്പൗണ്ട്, നമ്മൾ ഇത് എന്ത് പേരാ? മെഥനമീൻ എന്ന് പറഞ്ഞാൽ എന്ത് പേരാ? ഇത് IUPAC നെയിം ആണ് ഈ കൊടുത്തേക്കുന്നത്. IUPAC നെയിം ആണ്. മെഥനമീനെ നമ്മൾ എന്ത് ചെയ്യും? ബെൻസോയിലേഷൻ റിയാക്ഷൻ നടത്തുന്ന സമയത്ത് നമുക്ക് എൻ മീഥൈൽ ബെൻസനമൈഡ് കിട്ടും. എന്ത് കിട്ടും? എൻ മീഥൈൽ വരാൻ കാരണം എന്താ മക്കളെ? അതാണ്ട് ഇവിടെ ഒരു NH കോമ്പൗണ്ട് ആണ് വന്നേക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ എന്ത് വന്നത്? N കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്തത്. ഇനി അടുത്ത റിയാക്ഷൻ ആണ് കാർബലാമൈൻ റിയാക്ഷൻ. കാർബലാമൈൻ റിയാക്ഷൻ എന്ത് ചെയ്തു? നമ്മൾ ഇതെല്ലാം കെമിക്കൽ റിയാക്ഷൻസ് ആണ്. കെമിക്കൽ റിയാക്ഷൻസ് ആണ്, കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ് ഇതൊക്കെ. കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഓക്കെ. അടുത്ത രണ്ടാമത്തെ കെമിക്കൽ പ്രോപ്പർട്ടിയാണ് കാർബലമൈൻ റിയാക്ഷൻ ആണ്. കാർബലമൈൻ എന്ത് ചെയ്യുന്നു? നമ്മുടെ ടെട്രാക്ലോറോമീഥേനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? നമുക്ക് ഇവിടെ അമീൻ കോമ്പൗണ്ട് കിട്ടുന്നു. എന്ത് കിട്ടുന്നു? അമീൻ കോമ്പൗണ്ട്. എന്ത് അമീനാ ഇവിടെ കിട്ടിയ? ടെറിഷറി അമീനെയാണ് നമുക്ക് അവിടെ കിട്ടിയത്. സെക്കൻഡറി ടെറിഷറി അമീൻ ഡു നോട്ട് ഷോ ദിസ് റിയാക്ഷൻ. സോറി മക്കളെ, ഇവിടെ CH ഉണ്ട്. ഓക്കെ, ഇത് പ്രൈമറി അമീനാണ്. നമുക്കിവിടെ കിട്ടിയത് ആരെയാ? പ്രൈമറി അമീനെയാണ് നമുക്ക് ഇവിടെ എന്ത് ചെയ്ത് കിട്ടിയത്. അപ്പൊ ഇത് എന്ത് ചെയ്യുന്നില്ല? സെക്കൻഡറി ടെറിഷറി അമീൻസ് എന്ത് കാണിക്കുന്നില്ല? കാർബലമൈൻ റിയാക്ഷൻ എന്ത് ചെയ്യുന്നില്ല? കാണിക്കുന്നില്ല. ഇനി അടുത്താണ് അരൈൽ സൾഫോണൈൽ ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അരൈൽ സൾഫോണൈൽ ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തിനെ കിട്ടുന്നു? NN ഡൈമീഥൈൽ സൾഫോണാമൈഡ് ഫോം ചെയ്യുന്നു. NN ഡൈമീഥൈൽ സൾഫോണാമൈഡ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫോം ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. ഇതിനകത്തുള്ള ഈ ഒരു റിയേജന്റെ പേര് പഠിച്ചു വെക്കണം. ഈ റിയേജന്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഹെൻസൺബർഗ് റിയേജന്റ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ബ്രോമിനേഷൻ ചെയ്യാണ്. എന്നുവെച്ചാൽ നമ്മുടെ അനിലീൻ കോമ്പൗണ്ട് എടുത്തു, നമ്മൾ എന്ത് ചെയ്തു? ബ്രോമിൻ ആഡ് ചെയ്യുന്നു. ബ്രോമിൻ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കിക്കേ, ഇത്രയും പൊസിഷനിൽ നമുക്ക് ആരെ കിട്ടും? 2,4,6 എന്ത് കിട്ടും? നമുക്ക് തന്നെ 1 2 3 4 5 6 അങ്ങനെ നമുക്ക് 2,4,6 ട്രൈബ്രോമോ അനിലീൻ ആണ് കിട്ടുന്നത്. അപ്പം അനിലീൻ എന്ന് പറഞ്ഞാൽ എന്താ? ബെൻസീനകത്ത് ആര് വരുന്നു? നമ്മുടെ NH2 വരുന്നു. അല്ലെങ്കിൽ നമ്മൾ അവരെ വിളിക്കുന്ന പേരാണ് അമീൻ. ഓക്കെ ആണല്ലോ. അടുത്ത നൈട്രേഷൻ ആണ്. നൈട്രേഷൻ ആര് ആഡ് ചെയ്യുന്നു? NO2 ആഡ് ചെയ്യുന്നു. അപ്പൊ ഇവിടുത്തെ പെർസെന്റേജ് നോക്കിക്കേ മക്കളെ, ഇത് എന്ത് കോമ്പൗണ്ടാ? പാരാ നൈട്രോ അമീൻ ആണ്. ഇതെന്താ? ഓർത്തോ അല്ല, മെറ്റ ആണ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇതെന്താ? ഓർത്തോ ആണ്. അപ്പൊ ഇവിടുത്തെ റിയാക്ടിവിറ്റിയുടെ നമുക്ക് റേറ്റ് പറയാലോ. പാരയായിരിക്കും കൂടുതല്, പിന്നീട് എന്താ? മെറ്റ ആയിരിക്കും, അത് കഴിഞ്ഞ് നമുക്ക് ഓർത്തോ ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ നൈട്രേഷനിൽ നമുക്ക് 3 കോമ്പൗണ്ട്സും കിട്ടുന്നുണ്ട്. പാര, നൈട്രോ, മെറ്റയും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കിട്ടുന്നുണ്ട്. ഇനി സൾഫണേഷനകത്ത് നമുക്ക് എന്ത് ചെയ്യുന്നത്? സൾഫോണിക് ആസിഡ് വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എന്താ കിട്ടുന്നത്? പാരാ കോമ്പൗണ്ട് ആണ് കിട്ടുന്നത്. ഇത് നമ്മൾ സ്വിറ്റർ അയൺ എന്നാണ് പറയുന്നത്. ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. സൾഫണേഷൻ റിയാക്ഷൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാത്തത് നമ്മുടെ കഴിഞ്ഞ ഓർഗാനിക് പാർട്സിനകത്ത് സൾഫണേഷൻ, നൈട്രേഷൻസ് ഒക്കെ നൈട്രജൻ കോമ്പൗണ്ട്സുകൾ വന്ന് ആഡ് ചെയ്യുന്നു മാത്രമേ ഉള്ളത്. അഡീഷൻ റിയാക്ഷൻസ് ആണ് ആരൊക്കെ? ബ്രോമിനേഷനും നൈട്രേഷനും സൾഫണേഷനും. ഇനി അടുത്ത ഇതിനകത്തുള്ള മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ ഡയാസോണിയം സാൾട്ട് എന്ന് പറയുന്ന ഒരു പോർഷൻ നമ്മൾ പറയാണ്. ഡയാസോണിയം സാൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ N2 പ്ലസും എക്സ് മൈനസും. എക്സ് എന്ന് പറഞ്ഞാൽ ക്ലോറിനും ബ്രോമിനും ആകാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അരിയൽ കോമ്പൗണ്ട് ആകാം. അപ്പൊ ഇങ്ങനെ കിട്ടുന്ന ഈ കോംപ്ലക്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ്. ഇനി ഇവിടെ ബ്രോമിൻ വന്നിരിക്കട്ടെ, C6H5 N2 പ്ലസ് Br മൈനസ് വന്നു കഴിഞ്ഞാൽ ഇയാളുടെ പേരെന്ത് വരും? ബെൻസീൻ ഡയാസോണിയം ബ്രോമൈഡ് വരും. ബെൻസീൻ ഡയാസോണിയം ബ്രോമൈഡ്. ഇത് ഇങ്ങനെ തന്നെ കാണാതെ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ റിയാക്ഷൻ നടക്കുന്നുണ്ട്. ആ റിയാക്ഷൻ പറയുന്നത് കൺവേർഷൻ ഓഫ് പ്രൈമറി അമീൻ ഇൻറ്റു ഡയാസോണിയം സാൾട്ട് ഈസ് നോൺ ആസ് ഡയസോട്ടേഷൻ റിയാക്ഷൻ. അപ്പൊ നോക്കിക്കേ, നമ്മുടെ പ്രൈമറി അമീനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കൺവേർട്ട് ചെയ്യുന്നു. എന്താട്ട്? ഡയാസോണിയം സാൾട്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു.
ഈ ഡയാസോണിയം സാൾട്ട് ജനറലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. നമുക്ക് ഡയാസോണിയം സാൾട്ട് എന്തിനാ നമ്മൾ പ്രിപ്പയർ ചെയ്ത് നമ്മളിപ്പോ പറയും. അപ്പൊ ഡയാസോണിയം സാൾട്ട് എന്ന് പറഞ്ഞിട്ട് പ്രത്യേക ഏരിയ നമ്മുടെ അമീൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്തുണ്ട്. അതിന്റെ ജനറൽ ഫോർമുലയാണ് R(N2+X- എന്ന് പറയുന്ന ജനറൽ ഫോർമുലയാണ്. അപ്പൊ ഇത് എങ്ങനെ ഉണ്ടായേക്കെന്ന് ചോദിച്ചാൽ പ്രൈമറി അമീനെ നമ്മൾ എന്ത് ചെയ്യുക, കൺവേർഷൻ ചെയ്തിട്ടാണ് നമുക്ക് ഡയാസോണിയം സാൾട്ട് കിട്ടുന്നത്. അപ്പൊ ഈ ഡയാസോണിയം സാൾട്ട് നോട്ട് ജനറലി സ്റ്റോർഡ് ഇൻ ആൻഡ് ഈസ് യൂസ്ഡ് ഇൻ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ പ്രിപ്പറേഷൻ. നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന അതേ ടൈമിൽ തന്നെ എന്ത് ചെയ്യണം, ഇവരെ നമ്മൾ യൂസ് ചെയ്യണം. ഗട്ടർമാൻ റിയാക്ഷൻ എന്ന് പറഞ്ഞ ഒരു റിയാക്ഷൻ ഉണ്ട്. ഈ ഗട്ടർമാൻ റിയാക്ഷനിൽ നമ്മൾ ആരെ ഉപയോഗിക്കുന്നുണ്ട്, ആരെ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡയാസോണിയം സാൾട്ടിനെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതെന്താ, അരയിൽ ഡയാസോണിയം സാൾട്ട് അല്ലേ? ഈ ഡയാസോണിയം സാൾട്ട്, അപ്പൊ എന്തിനാണ് നമ്മൾ ഈ ഡയാസോണിയം സാൾട്ടിന്റെ പ്രിപ്പറേഷൻ പഠിച്ചെന്ന് ചോദിച്ചാൽ ഗട്ടർമാൻ റിയാക്ഷനകത്ത് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു, നമ്മുടെ ഡയാസോണിയം സാൾട്ടിനെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, അമീൻ കോമ്പൗണ്ട്സ്, നൈട്രോ കോമ്പൗണ്ടുകൾ കിട്ടുന്നുണ്ട്. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? അപ്പൊ ഇവിടെ എന്താ, അരയിൽ ക്ലോറൈഡ്, ഹാലോ അരീൻസ് കോമ്പൗണ്ടുകൾ കിട്ടുന്നു. അപ്പൊ the yield of Sandmeyer's reaction is found to be better than Gutterman reaction. അപ്പൊ നമ്മളപ്പം എന്താണ് ഈ സാൻമയേഴ്സ് റിയാക്ഷൻ എന്ന് അറിയണം. സാൻമയേഴ്സ് റിയാക്ഷനകത്ത് പ്രോഡക്റ്റ് എന്ത് തന്നെയാണ്, ഹാലോ അരീൻസ് തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹാലോ അരീൻസ് ആൻഡ് ഹാലോ ആൽക്കീൻ പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു. അപ്പം സാൻമയേഴ്സ് റിയാക്ഷന്റെയും ഗട്ടർമാൻ റിയാക്ഷന്റെയും പ്രോഡക്റ്റ് എന്നാണ്. അപ്പൊ അവരുടെ ഈൽഡിന്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ദ ഈൽഡ് ഓഫ് സാൻമയേഴ്സ് റിയാക്ഷൻ ഈസ് ഫൗണ്ട് ടു ബി ബെറ്റർ ദാൻ എന്താണ്, ഗട്ടർമാൻ റിയാക്ഷൻ ആണ്. അപ്പൊ ഗട്ടർമാൻ റിയാക്ഷനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു റിയാക്ടൻ സ്പീഷീസ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയാസോണിയം സാൾട്ട് ആണ്. അതിന്റെ പ്രിപ്പറേഷൻ ജനറൽ ഫോർമുല നമ്മൾ പഠിച്ചു വെച്ചേക്കണം. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ അമീൻ എന്ന് പറയുന്ന കോമ്പൗണ്ടിൽ നമുക്ക് പറയാനുള്ളത്. അപ്പൊ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞതെന്ന് ചോദിച്ചാൽ ചെറിയൊരു ചാപ്റ്റർ ആണ്. നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളൂ. ഒന്നാമത് നമ്മൾ എന്ത് പറഞ്ഞു, അമീൻ എന്താണ്, അതിന്റെ പ്രൈമറി അമീൻ സെക്കൻഡറി അമീൻ എങ്ങനെയാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നോമൻക്ലേച്ചർ പറഞ്ഞു. നോമൻക്ലേച്ചർ കുറച്ചൊന്ന് നോക്കി വെക്കണം. നമ്മൾ അമീൻ സൈഡിൽ വരുമ്പോ എങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പൊ IUPAC നെയിം എന്ന് പറഞ്ഞാൽ ഈ മാറ്റിയിട്ട് എന്ത് വരുന്നു, അവിടെ എന്ത് ചെയ്യുന്നു, അമീൻ വരുന്നു. ആൽക്കെയിന്റെ ഈ മാറ്റി അമീൻ വരുന്നു. കോമൺ നെയിമിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആൽക്കേൽ പ്ലസ് അമീൻ എന്നാണ് കൊടുക്കുന്നത്. അത് ഓരോ സെക്ഷനിലും എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നോട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ എഴുതിയേക്കുന്നത് മനസ്സിലാകുന്നില്ല, റെക്കോർഡ് ക്ലാസ് കാണുന്നവരായാലും മനസ്സിലാവുന്നില്ലെങ്കിൽ ടെലിഗ്രാമിൽ ഒന്ന് ചോദിച്ചേക്കണം. ഞാൻ എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട് നിങ്ങൾക്ക് ഇട്ടുതരാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എക്സാമ്പിൾസ് തന്നേക്കുവാണ്. വർക്ക്ഔട്ട് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, വർക്ക് ചെയ്ത് നോക്കണം. ഈ എക്സാമ്പിൾസ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗബ്രിയൽ താലമൈഡ് സിന്തസിസ് പ്രിപ്പറേഷൻ, രണ്ടാമത്തെ ഹോഫ്മാൻ ബ്രോമൈഡ് ഡീഗ്രേഡേഷൻ, പിന്നെ റിഡക്ഷൻ ഓഫ് നൈട്രൽ, റിഡക്ഷൻ ഓഫ് അമൈഡ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, ബെൻസൈലേഷൻ റിയാക്ഷൻ, ഈ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ് ബെൻസൈലേഷൻ റിയാക്ഷനും അതിലെ കാർബലമൈൻ റിയാക്ഷനും. കാർബലമൈൻ റിയാക്ഷൻ ആര് തരുന്നില്ല, സെക്കൻഡ് ടെർഷറി അമീൻസ് എന്താ കാർബലമൈൻ റിയാക്ഷൻസ് കാണിക്കുന്നില്ല. ഇനി അടുത്ത നമ്മുടെ ഈ റിയേജന്റ് പേര് ഹെൻസൻബർഗ് റിയേജന്റ് ഓർത്ത് വെച്ചേക്കണം, എക്സാമിന് ചോദിക്കും. ഓക്കെ ആണല്ലോ? അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞാണ് നൈട്രേഷൻ, സൾഫനേഷൻ, ഡയാസോണിയം സാൾട്ട്. ഡയാസോണിയം സാൾട്ടിന്റെ എന്താ ജനറൽ ഫോർമുലയാണ് ഈ കൊടുത്തേക്കുന്നത്. അപ്പൊ അവിടെ ക്ലോറിൻ വന്നതുകൊണ്ട് ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ്, ബ്രോമിൻ ആണെങ്കിൽ എന്ത് വരും, ബെൻസീൻ ഡയാസോണിയം ബ്രോമൈഡ്. പ്രൈമറി അമീനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡൈസോട്ടൈസേഷൻ റിയാക്ഷൻ നടത്തിയിട്ടാണ് നമുക്ക് എന്തിനെ കിട്ടുന്നത്, ഡയാസോണിയം സാൾട്ടിനെ കിട്ടുന്നത്. ഈ ബെൻസിൻ ഡയാസോണിയം സാൾട്ടിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ലടാ മക്കളെ, ബെൻസിൻ ഡയാസോണിയം സാൾട്ടിനെ നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കാൻ പറ്റത്തില്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് യൂസ് ചെയ്യണം. അരയിൽ എന്ന് പറഞ്ഞാൽ എന്താ, അരയിൽ കോമ്പൗണ്ട് എന്ന് വെച്ചാൽ റിംഗ് എന്നാണ് അർത്ഥം. റിംഗ് എന്നാണ് അർത്ഥം. അപ്പൊ ബെൻസീൻ ഇവിടെ റിംഗ് അല്ലേ, ഈ ബെൻസീനകത്ത് ആറ് വന്നു അർത്ഥം, N2+X. അത് വന്നു കഴിഞ്ഞാൽ അത് ആരാ, ബെൻസീൻ ഡയാസോണിയം സാൾട്ട് ആണേ, ഓർത്ത് വെച്ചേക്കണേ. ഇവിടുത്തെ റിംഗ് എന്ന് പറയുന്ന ആരാ, ബെൻസീൻ ആന്ന് ഓർത്ത് വെച്ചേക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞാണ് ഗട്ടർമാൻ റിയാക്ഷൻ, അത് നമുക്ക് ഹാലോ അരീൻസിനെയാണ് കിട്ടുന്നത്. അപ്പൊ അവിടുത്തെ ഈഡിന്റെ വ്യത്യാസം പറഞ്ഞേക്കാണ് സാൻമേയേഴ്സ് റിയാക്ഷന്റെയും ഗട്ടർമാൻ റിയാക്ഷന്റെയും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അമീനകത്ത് പറയാനുള്ളത്. ഇനി നമുക്ക് നമ്മുടെ കെമിസ്ട്രിയുടെ തന്നെ വേറൊരു ഭാഗത്തോട്ട് നമ്മൾ പോകാം. നമ്മുടെ ചാപ്റ്ററുകളിൽ അങ്ങിങ്ങാട്ട് കിടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്, നമുക്ക് തിരിഞ്ഞു പോകുന്ന കുറച്ച് കാര്യങ്ങള്. നമ്മൾ ഇതാണ്ട് ഹൈഡ്രജന്റെ പ്രിപ്പറേഷൻ, ഹൈഡ്രജനെ പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബോഷ് പ്രോസസ്. എന്താ, ബോഷ് പ്രോസസ് വഴിയാണ് നമ്മൾ ആരെ പ്രിപ്പയർ ചെയ്യുന്നത്, നമ്മുടെ ഹൈഡ്രജനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത്. അടുത്ത പ്രിപ്പറേഷൻ ആരുടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൾഫറിന്റെ ആണ്.
സൾഫറിന്റെ പ്രിപ്പറേഷൻ ആണ് ഫ്രാഷ് പ്രോസസ്. സോഡിയം ആണെങ്കിൽ മക്കളെ ഡൗൺ പ്രോസസ് ആണ്, ഡൗൺ പ്രോസസ്. എന്നാൽ മഗ്നീഷ്യം ആണെങ്കിൽ ഡൗ പ്രോസസ് ആണ്. അപ്പൊ ഇത് തിരിഞ്ഞു പോകരുത്. ഹൈഡ്രജൻ ആണെങ്കിൽ ബോഷ് പ്രോസസ്, സൾഫർ ആണെങ്കിൽ ഫ്രാഷ് പ്രോസസ്, സോഡിയം ആണെങ്കിൽ ഡൗൺ പ്രോസസ്, മഗ്നീഷ്യം ആണെങ്കിൽ എന്ത് പ്രോസസ്സാ? ഡൗ പ്രോസസ് ആണ്. ഇനി അടുത്ത സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡ് നമ്മൾ നിർമ്മിക്കാൻ വേണ്ടി കോണ്ടാക്ട് പ്രോസസ്. കോണ്ടാക്ട് പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ആരാണെന്ന് ചോദിച്ചാൽ ആരാ കാറ്റലിസ്റ്റ്? വനേഡിയം പെന്റോക്സൈഡ് ആണ്. V2O5 ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. V2O5 ആണ് ഉപയോഗിക്കുന്നത്. ഈ നൈട്രിക് ആസിഡ് ആണ് ഓസ്റ്റ്വാൾഡ് പ്രോസസ്. അമോണിയ ആണ് ഹേബർ പ്രോസസ്. നിക്കൽ ആണെങ്കിൽ മോൺ പ്രോസസ്. ടിൻ ആണെങ്കിൽ എന്താ? ടൈറ്റാനിയം ആണെങ്കിൽ എന്താ? ക്രോൾ പ്രോസസ് ആണ്. ഓക്കെ ആണല്ലോ. എടാ ചില ടെക്സ്റ്റുകളിൽ CROOL ക്രോൾ എന്നും പറയുന്നുണ്ട്. അപ്പം ഹൈഡ്രജന്റെ നിർമ്മാണ പ്രക്രിയ നമ്മൾ പറയുന്ന പേരാണ് ബോഷ്. സൾഫർ ആണെങ്കിൽ ഫ്രാഷ്, സോഡിയം ആണെങ്കിൽ ഡൗണ്, മഗ്നീഷ്യം ആണെങ്കിൽ ഡൗവ്, സൾഫ്യൂരിക് ആസിഡ് ആണെങ്കിൽ കോണ്ടാക്ട് പ്രോസസ്, നൈട്രിക് ആസിഡ് ആണെങ്കിൽ ഓസ്വാൾ പ്രോസസ്, NH3 ആണെങ്കിൽ ഹേബർ പ്രോസസ്, നിക്കൽ ആണെങ്കിൽ മൗണ്ട് പ്രോസസ്, ടൈറ്റാനിയം ആണെങ്കിൽ എന്താ? ക്രോൾ പ്രോസസ്. ഇത്രയും പ്രോസസ് ഓർത്ത് വെച്ചേക്കണം. ഇനി അടുത്ത് നമ്മൾ കുറച്ച് വേപ്പർ ലാമ്പുകളുടെ കളറുകളാണ് പറയുന്നത്. ക്ലോറിന്റെ വേപ്പർ ലാമ്പിന് എന്ത് കളറാ? ഗ്രീനാ. ക്ലോറിൻ ഗ്രീൻ എന്ന് ഓർത്ത നിക്ക. ക്ലോറിനെ നമ്മുടെ ഇതിനകത്തുണ്ടല്ലോ ക്ലോറിൻ ഗ്രീന്, ക്ലോറിൻ ഗ്രീൻ. ഓക്കെ ആണല്ലോ. നോക്കിക്കേ, ഇനി അടുത്ത മെർക്കുറി ആണ്. മെർക്കുറി ആണെങ്കിൽ എന്താ വരുന്ന? വൈറ്റ് കളർ ആയിരിക്കും. ഹൈഡ്രജൻ ആണെങ്കിൽ എന്താ? ബ്ലൂ കളറാണ്. നിയോണിന്റെ വേപ്പർ ലാമ്പിന്റെ നിറാണ് ഓറഞ്ച്. പിന്നെന്താ? നൈട്രജൻ ആണെങ്കിൽ റെഡ് ആണ്. സോഡിയം ആണെങ്കിൽ എന്താ? യെല്ലോ കളറാണ്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞ വേപ്പർ ലാമ്പിന്റെ നിറം. അപ്പൊ ക്ലോറിൻ വേപ്പർ ലാമ്പിന്റെ നിറം ഗ്രീന്, മെർക്കുറിക് വേപ്പർ ലാമ്പിന്റെ നിറം വൈറ്റ്, ഹൈഡ്രജൻ വേപ്പർ ലാമ്പിന്റെ നിറം ബ്ലൂ ആണ്. നിയോൺ ആണെങ്കിൽ അവിടെ ഓറഞ്ച് ആയിരിക്കും. നൈട്രജൻ ആണെങ്കിൽ അവിടെ എന്ത് വരും? റെഡ് വരും. സോഡിയം ആണെങ്കിൽ അവിടെ എന്ത് വരും? യെല്ലോ കളർ വരും. എടാ നമ്മള് കഴിഞ്ഞ നമ്മുടെ ഫസ്റ്റ് ഓർഗാനിക് ചാപ്റ്ററിൽ നമ്മൾ 2 അനാലിസിസിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്ര അനാലിസിസിനെ പറ്റി പറഞ്ഞു? 2 അനാലിസിസിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ അനാലിസിസ് ആയിരുന്നു ക്വാളിറ്റേറ്റീവ് അനാലിസിസ്. ഒന്നാമത്തെ അനാലിസിസ് ക്വാളിറ്റേറ്റീവും രണ്ടാമത്തെ അനാലിസിസ് ആണ് മക്കളെ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസം. ഈ ക്വാളിറ്റേറ്റീവ് അനാലിസിസിനകത്ത് എത്രത്തോളം ആളുകൾ നമ്മൾ പറഞ്ഞില്ലേ ഹൈഡ്രജന്റെ ഡിറ്റക്ഷൻസ് അത് നമ്മൾ ലാബിൽ ചെയ്യത്തില്ലേ? സാൾട്ട് അനാലിസിസ് ചെയ്യത്തില്ലേ? സാൾട്ട് അനാലിസിസ് ചെയ്യുന്നതാണ് എന്ത്? സാൾട്ട് അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സാധനമില്ലേ, അതിനകത്ത് ആരൊക്കെയുണ്ട്, എത്ര പെർസെൻറ്റേജോളം അല്ലെ എത്ര ആളുകൾ, എത്ര എലമെന്റ്സ് ഉണ്ട്, ആരൊക്കെയാണ് പ്രസന്റ് എന്നറിയില്ലേ? അതാണ് എന്ത്? ക്വാളിറ്റി. അതിനകത്ത് എത്രത്തോളം ക്വാളിറ്റി, ഇപ്പൊ എത്രത്തോളം ഹൈഡ്രജൻ ഉണ്ട്, എത്രത്തോളം കാർബൺ ഉണ്ട് ഒരു സാൾട്ടിനകത്ത്, അതാണ് അതിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞത്. ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആണ്, എത്രത്തോളം എമൗണ്ട് ഉണ്ടെന്നാണ്. അപ്പൊ നമുക്ക് നൈട്രജന്റെ 2 ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് നമുക്കുണ്ട്. ആ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ദുമാസ് മെത്തേഡും കിജ്ദാൾ മെത്തേഡും ആണ്. ഈ 2 മെത്തേഡ് നമ്മളൊന്ന് ഓർത്തു വെച്ചാൽ മതി. അപ്പൊ നൈട്രജന്റെ എസ്റ്റിമേഷൻ ആണ് ക്വാണ്ടിറ്റേറ്റീവ്, എത്ര ക്വാണ്ടിറ്റി ഉണ്ടെന്ന് അറിയാനുള്ള 2 മെത്തേഡ്സുകളാണ് ദുമാസ് മെത്തേഡും കിജ്ദാൾ മെത്തേഡും. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് നമ്മുടെ pH ആണ്, പൊട്ടൻഷ്യൽ ഹൈഡ്രജൻ ആണ് pH എന്ന് പറഞ്ഞാൽ. pH ന്യൂട്രൽ ആണ്. നമുക്ക് എന്താ വാട്ടർ എന്താ ന്യൂട്രൽ ആണെന്നറിയാം 7. 7ൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും 0 മുതൽ 14 വരെയാണ്. ഇവിടെ നിങ്ങോട്ട് അസിഡിക് ക്യാരക്ടർ ആയിരിക്കും, ഇവിടെ നിങ്ങോട്ട് എന്താ? ബേസ് ക്യാരക്ടർ ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മുടെ വാട്ടർ, നമ്മുടെ 7 എന്ത് വരും? വാട്ടർ ആണ്. നമ്മുടെ പ്യുവർ വാട്ടറിന് എന്ത് റേഞ്ചാ? 7 ആണ്. അപ്പൊ ഓരോന്നിന്റെ വിനെഗറിന് എന്താ റേഞ്ച് എന്ന് പറഞ്ഞേക്കാണ്. 2.5 മുതൽ എത്രയാണ്? 3 വരെയാണ്. നമ്മുടെ കോഫി ആണെങ്കിൽ എന്താ? 5 ആണ് അതിന്റെ pH വാല്യൂ. കോഫി എന്താ? ഒരു അസിഡിക് ക്യാരക്ടർ അല്ലേ? 7ൽ താഴെയല്ലേ? സ്ലൈറ്റ്ലി അസിഡിക് ആയിട്ടുള്ള ക്യാരക്ടർ ആണ്. ഇനി നമ്മുടെ ബ്ലഡ് എന്ന് പറഞ്ഞാൽ 7.35 തൊട്ട് 7.45 വരെയാണ്. അപ്പൊ അതെന്താ? സ്ലൈറ്റ്ലി ബേസിക് ആണ്. ഓക്കെ ആണല്ലോ. ആസിഡ് റെയിൻ ആണ്. നമ്മൾ 3 to 4 ആണ് എന്ത്? അതിന്റെ pH വാല്യൂ. ഓക്കെ ആണല്ലോ. അപ്പൊ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ എന്തിനാ അമീന്റെ നെയിമിംഗ് എന്ന് നല്ല വൃത്തിയായിട്ട് നോക്കി വെക്കണം. നമ്മുടെ ഹാലോ ആൽക്കീൻസും ഹാലോ അരീൻസും അതേപോലെ ആൽക്കേനും ആൽക്കീന്റെയും നെയിമിംഗ് പോലെയല്ല, കുറച്ച് വ്യത്യാസമുണ്ട് നെയിമിങ്ങിൽ. നമ്മുടെ നമ്പർ സിസ്റ്റത്തിൽ വ്യത്യാസമുണ്ട്. IUPAC നെയിമും കോമൺ നെയിമും ആരുടെ ചോദിക്കും? നമ്മുടെ അമീന്റെ ചോദിക്കും. അപ്പൊ ഞാൻ ഇന്നത്തെ എന്റെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോ താങ്ക് യു.